പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണാട പോയാൽ നമ്മളിവിടെ കുടിലിരുന്നിട്ടാണ് കമൻറ്റ് വായിക്കുന്നത് കേട്ടോ. നമ്മളെ ഈ മുളക് പൊട്ടിച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയില്ലേ, കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാൻ വേണ്ടി അതിലത്തെ കമൻസാണ്. അതിലും ഒരുമാതിരി എല്ലാ കമൻസും എന്ന് പറയണത് രാത്രി മുഴുവൻ മുളക് തൈരിലിട്ട് വയ്ക്കണം, എന്നിട്ട് പിറ്റേ ദിവസം വേണം വെയിലത്തിടാൻ. അങ്ങനത്തെ കമൻസാണ് കേട്ടോ കൂടുതലും. അതൊക്കെ പല സ്ഥലങ്ങളിൽ പലതരത്തിലാണ് ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് അതിൻ്റെ ഉള്ളിൽ തൈര് മുഴുവൻ കയറി പിടിക്കുക എന്നുള്ളതാണ് അതെ അതിൻ്റെ ടേസ്റ്റിൻ്റെ ഇത്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മ ഉണ്ടാക്കണതിൽ അങ്ങനെ തന്നെയാണ്. വൈകുന്നേരമാണ് ഈ മുളക് കീറ ഇരുന്നിട്ട്, എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് അമ്മ ഈ മുളക് കീറ ഇരിക്കുക. എന്നിട്ട് അത് തൈരിൽ മുക്കി വെക്കും. പിറ്റേ ദിവസം ഒരു 9 മണി 10 മണിക്ക് ആകുമ്പോൾ വെയിൽ ഉദിക്കണ സമയം വരയ്ക്ക് അതിൽ കിടക്കും. അത് ഇടേണ്ടതിനേക്കാൾ കുറച്ച് സമയം മുമ്പായിട്ട് അതെല്ലാം കോരിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ട് വയ്ക്കും. തൈര് മുഴുവൻ എന്നിട്ടാണ് അത് വെയിലത്തിടാറ്. പിന്നെ രാത്രി ആകുമ്പോൾ വീണ്ടും അത് വെയിലിട്ട് വയ്ക്കും. അങ്ങനെ ചിലവരത് ആവിയിൽ പുഴുങ്ങണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. അതെ, മെഴ്സി ജേക്കബ്, മുളക് വാരിയെടുത്ത ശേഷം ബാക്കി തൈര് അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. വെയിൽ കൊണ്ട് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും തൈര് പുറത്തെടുത്ത് മുളക് അതിലിട്ട് നോക്കൂ, കുറേ കൂടി സൂപ്പറായിരിക്കുന്നു. ഒരു ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വെച്ച് മുളക് തൈരിൽ ഇടുന്നതാണ് എളുപ്പം. അതായത് ആദ്യം തന്നെ മുളക് കീറിയിട്ട് ഒരു ദിവസം വെറുതെ വെയിലത്തിട്ടിടണം, എന്നിട്ട് തൈരിൽ മുക്കണം. വിൽക്കുന്ന ആളുകൾ പുളിവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുക, തൈരിലല്ലാന്ന്. സിന്ധു സുരേഷ്, അജുവേട്ട എന്തിനിങ്ങനെ പരാക്രമം, പതുക്കെ ചെയ്യൂ, ബ്ലേഡ് വെച്ച് ചെയ്യല്ലേ സരിതേ. എന്തായാലും നിങ്ങളുടെ വീഡിയോ നന്നായി, ലവ് യു ഗൈസ്. എന്താ ഓർക്കം വരുന്നേ? ബ്ലേഡ് വെച്ച് കീറാൻ എളുപ്പം, കത്തി ആകുമ്പോ വലിയ ചിലപ്പോ പൊളിയും. അതുപോലെ മണികണ്ഠൻ നായർ പറഞ്ഞിട്ടുണ്ട്, മുളക് കീറാൻ ഒരു കത്രിക ഒരാൾ അയച്ചു തന്നല്ലേ, അതിപ്പോ എവിടെയാണ്? ബ്ലേഡ് കൊണ്ട് നിന്നിട്ട് എന്തിനാ കീറണേന്ന് ചോദിക്കുന്നു. കത്രിക കൊണ്ട് പറ്റില്ല, അത് കത്രിക കൊണ്ട് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനേ പറ്റില്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ, അല്ലാണ്ട് ഇത് കീറാനല്ലേ നടക്കില്ല. ഇത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. സുഗന്ധി പി എസ്, നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങളുടെ കൃഷി വീഡിയോസ് കാണാനാണ് ഏറ്റവും ഇഷ്ടം. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. എന്നെപ്പോലുള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വീഡിയോസ്. ഇനിയും കാത്തിരിക്കുന്നു കൃഷി വീഡിയോസ് കാണാൻ. സന്തോഷം. ബിന്ദു ബാലമുരളി, ആദ്യം മുളകൊന്ന് വാട്ടി വെയിലത്ത് വെച്ച ശേഷം എടുത്ത് രാത്രി തൈരിലിട്ട് വെച്ച് രാവിലെ വെയിലത്ത് വെച്ച് വീണ്ടും അതേ തൈരിലിട്ട് വെച്ച ശേഷം വീണ്ടും വെയിലത്ത് 3-4 ദിവസം ഉണക്കി എടുത്ത് വെച്ചാൽ ഒത്തിരി നാളിരിക്കും. അങ്ങനെ കുറേ നിർദ്ദേശങ്ങളുണ്ട് കേട്ടോ. എല്ലാതും വായിക്കാന്ന് കഴിഞ്ഞാൽ എല്ലാ കമൻറ്റും കൊടുക്കേണ്ടി വരും. അഞ്ജു ചെയ്യാരം, ചേട്ടാ ചേച്ചി ജഗ്ഗു സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കല്യാണ വീഡിയോ സൂപ്പർ. കൊണ്ടാട്ടമുളക് എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ അത് വീട്ടിലധികം വെക്കാൻ ചേട്ടൻ സമ്മതിക്കില്ല. ഷുഗറിൻ്റെ എത്തിനോട്ടമുണ്ട്. കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ എനിക്ക് ചോറുണ്ണാൻ ഒന്നും വേണ്ട, ഞാൻ നന്നായി ചോറുണ്ണും. അതുകൊണ്ടാണ് ചേട്ടൻ വീട്ടിൽ അത് ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത്. പക്ഷേ എൻ്റെ അമ്മ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ചേട്ടൻ കാണാതെ കൊണ്ടുവരും. ചേട്ടനും ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ട് കൊതിയായി. പിന്നെ അത് തൈരിലിട്ട് വെച്ച് അതിൻ്റെ ഒരു മണം അപ്പം തന്നെ വായിൽ വെള്ളം വരുന്നു. പിന്നെ ഞാൻ കുമളി അമ്പലത്തിൽ ഉത്സവത്തിന് കുമ്പിളി അമ്പലത്തിൽ ഉത്സവത്തിന് വരാറുണ്ട്. ചേട്ടൻ്റെ അമ്മമ്മയുടെ തറവാട്ടമ്പലം കൂടിയാണ്. അവിടെ വന്ന് പറ വഴിപാട് കഴിക്കാൻ വരാറുണ്ട്. ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീടിനടുത്താണ് അമ്പലം എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. അനിലേട്ടനും ചേച്ചിയോടും അന്വേഷണം പറയണേ. ചേച്ചി വീഡിയോയിൽ പാട്ടുകൾ കുറയാതെ നോക്കണേ. പഴയ പാട്ടുകൾ മിസ് ചെയ്യുന്നു. എല്ലാ അനുഗ്രഹവും നേരുന്നു. അഞ്ജു ചെയ്യാരം. അപ്പോൾ ഇത് കത്ത് ഇപ്പൊ നമ്മൾ വായിക്കണ്ടില്ല. അപ്പൊ അഞ്ജുവിന്റെ ഹസ്ബൻഡ് ഇത് കാണുമല്ലോ. അപ്പൊ ഈ കൊണ്ടാട്ടമുളക് ആരും കാണാതെ എടുത്തു വയ്ക്കുന്നത് അറിയില്ലോ. ചേട്ടൻ എന്തായാലും അഞ്ജുവിന്റെ ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്, അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത്. അപ്പൊ അഞ്ജു ഇങ്ങനത്തെ ചെറിയൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്. അത് കൈയോടെ പിടിച്ചിട്ട് ചിലപ്പോ ചേട്ടൻ കാണാറുണ്ടാവില്ല നമ്മുടെ വീഡിയോ, അഞ്ജു മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അടുത്തത് ജിതീഷ് തിലകൻ, അത് നല്ലൊരു ആശയമാണ് സരിത ചേച്ചി. ഓൺലൈനിൽ നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ഉപ്പിലിട്ടത്, അച്ചാർ, ഉണക്കമീൻ, കൊണ്ടാട്ടമുളക്. ഒരു പറ ചോറ് ഞാൻ ഉണ്ണും. എനിക്കറിയില്ല, എൻ്റെ വയറ് എവിടെ നിന്നൊക്കെയോ സ്ഥലം മേടിച്ച് അത് കുത്തിക്കയറ്റും. ഉണക്കമീനും സാമ്പാറും ചോറും മുളകുമാണ് എൻ്റെ ഫേവററ്റ്. അജു ചേട്ടൻ്റെ സരിത ചേച്ചിയുടെ ജഗ്ഗുവിൻ്റെ ഫേവററ്റ് ഫുഡ് എന്താണ്? അജു ചേട്ടൻ്റെ അറിഞ്ഞൂടെ, മീൻ കൂട്ടാനും ചോറും. മീൻ വറുത്തും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. കുറേ സാധനങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. ഒന്നുമില്ലെങ്കിൽ പരിപ്പ് കുത്തിപ്പൊടിയും ഉണക്കമാന്തളും വറുത്തുണ്ടെങ്കിൽ പിന്നെ അത് പറയണ്ട. പല പല സാധനങ്ങളുണ്ടല്ലോ. അതെ, ചെമ്മീൻ ചമ്മന്തിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ ഏറ്റവും ഫേവററ്റ് മീൻ കൂട്ടാനും ചോറും തന്നെയാണ് ചേട്ടൻ്റെ. ജഗ്ഗുവിന്റെ ഫേവററ്റ് എന്തുട്ടാ?
ജഗ്ഗുവിന് കഞ്ഞി അതിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് കഴിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ളത്. കൈപ്പക്കായ വറുത്തത് ഇഷ്ടമാണ്. പിന്നെ ഉപ്പേരികൾ കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചീര, കൈപ്പക്കായ ഉപ്പേരി, പിന്നെ കൂർക്കുപ്പേരി, അതൊക്കെ അവന് നല്ല ഇഷ്ടമാണ്. ഇഷ്ടം കൈപ്പക്കായ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. പിന്നെ ഇറച്ചി മീനാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുക സാധാരണ ഇതിൽ. അതൊക്കെ നമുക്ക് എന്തോരം കഴിക്കാൻ പറ്റും. ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്കത് കഴിക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. പിന്നെ എന്നിട്ടാണ് പിന്നെ ജഗ്ഗുവിനൊരു ഹായ് ജഗ്ഗുവിനോട് പറയാം. അടുത്ത് പട്ടത്തിൽ ശശികുമാർ. സരിത അജു നമസ്കാരം. ദിസ് ചില്ലീസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ കർഡ് അറ്റ്ലീസ്റ്റ് ഓവർനൈറ്റ്, ദെൻ ഓൺലി സോൾട്ട് ആൻഡ് കർഡ് will get mixed inside the chilies. Aju had done it in a foolish way. It can be sold through Sarida's brother's shop in small pack. Please let me know if we could get the curd chilli by courier service. Awaiting your response and a new video soon. Hope you will read my comments and send me the reply please. അതായത് ഇതുണ്ടാക്കേണ്ട വിധം നമ്മൾ ചെയ്തത് ശരിയല്ല. രാത്രി ഒരു ഓവർനൈറ്റ് മൊത്തം ഇട്ടച്ചിട്ട്, അത് മനസ്സിലായില്ലേ? പിന്നെ ഉണ്ടാക്കണ സാധനം തുന്തുരുവിന്റെ ഷോപ്പ് വഴി കൊടുക്കാമെന്ന് നമുക്ക്. കൊണ്ടാട്ടം മുളക് മുളക് വേനൽക്കാലത്ത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേനൽക്കാലത്ത് കുറെ നമുക്ക് ചെയ്ത് വെക്കാം. തൈര് നമുക്ക് വീട്ടിലുണ്ടാക്കാം. തൈര് നമുക്ക് വാങ്ങിക്കാം. തൈര് നമുക്ക് ഉണ്ടാക്കാം. പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തൈര് വീട്ടിലുണ്ടാക്കാം. എന്നിട്ട് മുളക് വാങ്ങിക്കേണ്ടി വരും. വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കേണ്ടി വരുന്നു മാത്രം. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണമാകുമ്പോൾ നല്ലൊരു ആശയം തന്നെയാണ്. ഒരു വരുമാന മാർഗം ആവും എന്നുള്ളത് ശരിയാണ്. അത് ചെയ്യാവുന്ന ചെയ്യാട്ടാ, ഞങ്ങളത് പരീക്ഷിച്ച് വെക്കാം. കുറച്ച് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മള് തട്ടിപ്പല്ലാന്ന്. അത് വലിയ ഒരു പണി. നമ്മളെ കൊണ്ട് പറ്റില്ല അങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് ആൾക്കാരെ പറ്റി. അതിന് ഭേദം ചെയ്യാണ്ടിരുന്നാ പോരെ. ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദക്ക് ചെയ്യാ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കുക. അതാണ് നമ്മുടെ പോളിസി. അതെ. പിന്നെന്താ, പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു കുഡ് ഗെറ്റ് കൊറിയർ വഴി നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് അറിയിക്കാൻ. ഇപ്പം ഉണ്ടാക്കിയത് പിന്നെ ഇപ്പം ഉണ്ടാക്കിയത് കൊടുക്കാണ്ടെങ്കിൽ അതുപോലെയാണ് ആളുകളുടെ എൻക്വയറി വരുന്നത് നമ്മുടെ മറ്റേ ഫോൺ നമ്പറിൽ. അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. അത് അപ്പോ എന്നിട്ട് ഞാൻ പറയാവുന്നേ. പിന്നെ അതുപോലെ ഞാൻ ആ വീഡിയോയിൽ ചോദിക്കണില്ലേ, ഞങ്ങൾ അയച്ച് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുമോ അങ്ങനെ ചോദിക്കില്ലേ. അപ്പോൾ നമ്മുടെ VNLത്തെ സിനി ചേച്ചിയില്ലേ, ആ ചേച്ചി പറയണേ എനിക്ക് മെസ്സേജ് ഇട്ടേക്കാം. സരിത അങ്ങനെ ചോദിച്ചപ്പോൾ അപ്പം തന്നെ ആളോട് വാങ്ങിക്കും അങ്ങനെ മറുപടി പറഞ്ഞു ഫോണിൽ നോക്കിയിട്ട്. ശരിക്ക് ആളുടെ അടുത്ത് ചോദിച്ച പോലെ തോന്നിയെന്ന്. അപ്പം അങ്ങനെ മറുപടി പറഞ്ഞു ഫോണിൽ നോക്കിയിട്ടേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പ്രതീഷ് നായർ. അജുവേട്ടൻ ആൻഡ് സരിതേച്ചി നമസ്തേ. ടൈം 7:09. സരിതേച്ചി ആര് വരുന്നുണ്ടോന്ന്? അജുവേട്ടൻ, നിന്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തല്ലേ എൻ്റെ വീട്, എന്നിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയണത്. സിനിമയിലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനാക്കി മാറ്റാൻ വരാ സംഭാഷണം. തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. എല്ലാവർക്കും ആശംസകൾ, നന്ദി, നമസ്കാരം. അതെന്തിട്ടാന്നറിയോ? അത് നമ്മള് അതല്ല എന്തിട്ടോ വീഡിയോയിൽ പറയുന്നുണ്ട് ചേട്ടൻ. വരുന്നുണ്ടോ ചോദിക്കട്ടെ. അത് എന്തിട്ടാ പ്രാഞ്ചിയേട്ടനുമായിട്ട് സാമ്യം വരുന്നുണ്ടോന്ന് അങ്ങനെ എന്തോ അയ്യോ ആ വീഡിയോ അല്ലല്ലോ ഇത് വേറെ വീഡിയോ ആണ്. അതെ, കൊണ്ടാട്ടത്തിൽ തന്നെയാണ് പച്ചമുളക് പൊട്ടിക്കുന്നത്. അപ്പൊ അതിലാണോ പറയണേ? വരുന്നുണ്ടോന്ന് ഞാനാണെങ്കിൽ ചേട്ടൻ മുന്നേ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ വരുന്നുണ്ടോന്നാണ് ഞാൻ കേട്ടെ. അപ്പോഴാണ് ഞാൻ ആര് വരുന്നുണ്ടോന്ന് അങ്ങനെ. ജോയ്സ് ഡി കമന്റ് വായന തുടങ്ങി കഴിഞ്ഞാൽ കോട്ട് വായ തുടങ്ങും. Joyce D. Kanha. Super video of plucking of the kondatam chilli and preparation of kondatam chilli. Aju, you are very loving partner of Sarida because she was standing in the sun. You told her that please move away from there and stand near the shadow of the tree. So you are taking
more care of her health. God bless you, dear, and be happy throughout your life and enjoy your happy life. ബിരിയാണിയുടെ മണം വരുന്നത്. ഞാനതന്നെയാണ്. ഇത് എനിക്ക് മനസ്സിലായിട്ടാ. എന്ത് ബിരിയാണിയാന്ന്? ഇല്ല, ബിരിയാണി ഇല്ല, ഈ കമന്റിന്റെ അർത്ഥം മനസ്സിലായി. അതായത് നിന്നെ നീ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിന്റെ സംരക്ഷണത്തില് ഞാൻ എത്രമാത്രം ശ്രദ്ധാലുവാണ് എന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞിട്ട് തെറ്റുണ്ടാ? ഞങ്ങളുടെ നേരെ ചെമ്പോത്ത് നമ്മുടെ മധുരമോടെ നടക്കുന്നു. ചിയർ ബൈ 6 മിനിറ്റിൽ പറഞ്ഞ സ്വർഗം നരകം ഇതൊക്കെ മരണം വരെ മാത്രം, ബാക്കിയൊക്കെ സങ്കല്പം മാത്രം. വെറുതെ ഒരു അതെനിക്ക് തോന്നണമെന്നറിയോ, ചെറുപ്പത്തിൽ നമ്മൾ പറയില്ലേ നരകത്തെ എണ്ണയിലിട്ട് വറക്കും, മറ്റേ കുന്തം കൊണ്ട് കുത്തും, മറ്റേ അങ്ങനെ ഓരോ ഇതുകൾ ചെയ്യിപ്പിക്കും. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സുഖമാണ്, നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് അപ്പം വരും നടക്കുക അങ്ങനെയൊക്കെ. നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അതെ നല്ലവരാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം നമ്മുടെ പണ്ടത്തെ ആരോ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളിലാണ് ഇതൊക്കെ. അപ്പൊ ഇത് നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് അന്ധവിശ്വാസം ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. സ്വർഗത്തെ പോകും നരകത്തെ പോകുന്നൊക്കെ പറയണത്. അടുത്തത് ജീന നന്ദൻ. മുളക് കീറി ഒരു ദിവസം വെറുതെ വെയിലത്തിടണം, എന്നിട്ട് തൈരിലിട്ട് വെക്കണം, എന്നിട്ട് പിറ്റേന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ വേഗം തൈര് പിടിക്കും. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ആ തൈര് മോരാക്കേണ്ട ആവശ്യമില്ല സരിതേ. അതിന്റെ ആ ഉള്ളിരിക്കാണ്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിട്ട് കൂടിയിട്ടാണ്. ഇത് ബ്ലേഡിന്റെ നമ്മൾ കീറിയിട്ടുണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണ്ടേ. അത് വെറുതെ ഒരു ബ്ലേഡ് കനത്തിലല്ലേ ഉള്ളോ. അപ്പൊ കട്ടകൾ ഉണ്ടാവും. ശരത് സി ബി ബാബു. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടാട്ടം മുളക്. അത് കൂട്ടി ചോറുന്ന കാര്യം ഓർത്താൽ തന്നെ വയൽ വെള്ളം വരും. കുറേ നാളുകൾക്ക് ശേഷമാണ് പുഞ്ചിരി സുജിതയെ കണ്ടത്. സുജിത വിറക് കൊണ്ടുപോയോ? ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്ത്. സുജിത കൊണ്ടാട്ടം മുളക് ഒരുവിധം പേർക്കൊക്കെ ഇഷ്ടം തന്നെയാണ്. ഇപ്പോഴും ഉപ്പ് കൂടരുത് അല്ലേ? ചിലര് മറ്റേ നമ്മള് ഞാൻ അങ്ങനെ കൊണ്ടാട്ടം മുളക് കഴിക്കാറില്ല. എനിക്ക് എൻ്റെ ഞെട്ടില്ലേ അത് ഞാൻ തിന്നും. അതാണ് ഞാൻ തിന്നെ. എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കി വെക്കുന്നതേ. അച്ഛന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോറിനുമ്പോൾ കടിക്കാൻ വേണം. അപ്പോൾ കൊണ്ടാട്ടമുളക് സ്ഥിരം ഉണ്ടാവും. അപ്പോ അയ്യോ ഞാൻ പറഞ്ഞു ഇഷ്ടമില്ല അധികം. ഞാൻ അതിന് വേറെന്തോ ഒരു കാര്യം ഞാൻ പറയാൻ വന്നു ചേട്ടാ. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അയ്യോ അതുമല്ല, വേറെന്തോ ആണ്. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല. അല്ല അച്ഛന് പാചകം അല്ല കഴിക്കുമ്പോ അതൊക്കെ കടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അയ്യോ അതിന് ഓർമ്മ വരും പറഞ്ഞാൽ മതി. അടുത്ത് വായിക്കേ. ചോറും അതൊക്കെ കടിക്കാൻ വേണം. അയ്യോ അല്ല, നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നോണ്ടിരിക്കുമ്പോ തന്നെ അത് എന്തുട്ടാ പറഞ്ഞു വന്നേന്ന് മറക്കാല്ലേ. മാനസികമായിട്ടല്ല, മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോവും. അത് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്ന പറഞ്ഞാൽ പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് വേറെ ഒന്നും കളിക്കുക, ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു മനുഷ്യന് 1000 കാര്യങ്ങൾ ഒരേ സമയം. എന്നാലും ഞാൻ അതുകൊണ്ടാണ് നീ അങ്ങനെ കുഴപ്പമില്ല. അടുത്ത് വായിച്ചോ. സുജിത വിറക് കൊണ്ടുപോയോന്ന്? വിറക് കുറച്ച് കൊണ്ടുപോയി. പിന്നെ കുറെ ഉണ്ട് അവിടെ ചുള്ളിക്കമ്പുകൾ. അത് ആർക്കും വേണ്ട. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ കത്തിച്ച് കഴിക്കാൻ പറ്റില്ല. വെണ്ണൂറാക്കാം അവസാനം. മനു ഗെയിമിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ അജുവേട്ടാ സരുമണി. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കൊണ്ടാട്ടം ഉണ്ടാക്കിയല്ലോ അജുവേട്ടാ. ഇത് ഇന്ന് ഒരു ദിവസം തന്നെ തൈരിൽ ഇട്ട് വെക്കേണ്ടതല്ലേ? എന്നിട്ട് നാളെ അല്ലേ ഉണക്കാൻ വെക്കുള്ളൂ. ഇവിടെ അങ്ങനെയാ കേട്ടോ ചെയ്യാറ്. വീണ്ടും അതുപോലെ ഈവനിങ് തൈരിലിടും. അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെയും ഫേവററ്റ് ആണ് ഇത് കേട്ടോ. ഇന്നും ഇത് കഴിച്ചു ചോറുണ്ടു. ഇപ്പൊ നല്ല ഭംഗിയാണ് സാധനം നമ്മളിങ്ങനെ ചെയ്താലും. അതിപ്പോ ഒരു മഞ്ഞ കളറായിട്ടിരിക്കണില്ലേ, തൈരിൽ മുങ്ങിയെടുക്കും മഞ്ഞ കളറായിട്ടുള്ളത്. അത് വറക്കാണ്ട് അത് കടിച്ചു കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാന്ന്. പുഷ്കലാൻ്റെ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട്. അത് കാണുമ്പോൾ വായിലിങ്ങനെ വെള്ളം വരാന്ന് പറഞ്ഞിട്ട്. ഭാരതി. അടുത്തത് ഭാരതി ആനന്ദ്. ഹായ് ഡിയേഴ്സ്, നമസ്കാരം. മുളക് പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ കൊതിയായി. കണ്ണിട്ടതല്ലാട്ടോ, നിറയുണ്ടാകട്ടെ എല്ലാ പച്ചക്കറികളും. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കാണുന്ന ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷം. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടല്ലോ. നല്ല കാര്യമാണ്. കുറേ രാസവളമിട്ട് ഒരുപാട് വിളവുണ്ടാക്കി ശരീരം കേടുവരുത്തണ്ട. ഇങ്ങനെ കിട്ടിയത് മതി, അതാണ് നല്ലത്. മുളക് ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണേ, വാങ്ങിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ദിവസം ഫുള്ള് തൈരിലും ഉപ്പിലിട്ട് വെച്ച് പിറ്റേ ദിവസം മുതൽ വെയിലത്തിട്ടാൽ മതി. ബാക്കി നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ.
തീർച്ചയായിട്ടും അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഹാപ്പി ലൈഫ്. അജുവേട്ടൻ ഒരു ദിവസം എത്ര വട്ടം സരിതയെന്ന് വിളിക്കും? ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ എണ്ണി നോക്കിയിട്ട് പിറ്റേ ദിവസം വീഡിയോയിൽ പറയുമോ? ഒരു രസത്തിന് വേണ്ടി അറിയാനാണ്. ലവ് യു ഡിയേഴ്സ്. ഒരു 100 വട്ടമൊക്കെ ഉണ്ടാവുമായിരിക്കില്ല. 100 കൊണ്ട് നിൽക്കില്ല ചിലപ്പോൾ. എത്രയോട്ടെ. അടുത്തത് റിതം ഓഫ് നേച്ചർ. തീർച്ചയായും ആളുകൾ വാങ്ങിക്കും. കാരണം ആളുകൾക്ക് അത് ഉണ്ടാക്കുന്നത് കാണാനും അത് കഴിക്കാനുള്ള സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടാകുമല്ലോ. ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗം ഉണ്ടാകുന്നത് നല്ലതാണ്. ഒന്നും നിലച്ചാൽ മറ്റേതും ഉണ്ടാകും. ചെറിയൊരു അഭിപ്രായം മാത്രം. പണ്ട് അജുവേട്ടൻ വള്ളിച്ചീര അയച്ചു കൊടുത്തത് ഓർമ്മ വന്നു. ചെറിയൊരു അഭിപ്രായം ഒന്നുമല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കൊരു വരുമാന മാർഗ്ഗം എക്സ്ട്രാ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഗതിയാണത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമില്ലത്. അടുത്തത് ബബിത സൂസൻ. വീടിന്റെ ഫ്രണ്ട് വശമാണ് ഇനി വൃത്തിയാക്കേണ്ട ഇടം കേട്ടോ സരിതേ. ഫ്രണ്ടിൽ മുഴുവൻ ചപ്പുചവർ കൂട്ടിയിട്ടേക്കുന്ന മതില് തോന്നി. ഇന്ന് നിങ്ങൾ മുളക് പറിക്കാൻ വന്ന വഴി കണ്ടപ്പോൾ തോന്നിയതാണ്. അത് നമ്മള് കമ്പോസ്റ്റ് കുഴിയിൽ കൊണ്ടുവന്നിടും. പിന്നെ നമ്മുടെ ചെടികളുടെ കടക്കെ ഇടാറ പതിവ്. അത് ആവശ്യത്തിന് കൊണ്ടുവന്ന് ഇടാണ്. ഇതേ ഇപ്പൊ ചവറിന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചവറുകൾ മുഴുവൻ പോവും. പിന്നെ ആ വഴിയിലവിടത്തി വൃത്തിയാക്കാനുണ്ട്. അതെന്താ ഇപ്പൊ മരങ്ങളൊക്കെ ഭയങ്കര ഇല പൊഴിക്കുന്ന സമയല്ലേ. കണ്ടമാനം ചവറാണ് എന്നും അടിച്ചിട്ട് ഇടുമ്പോ. അതുകൊണ്ടാണ് അത്ര ചവർ കൂടി. എല്ലാവരും ചവറ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് കഴിയണില്ല. നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടി കൂടി വരാണ്. ഇനി കുറയും വൃത്തി. അവിടെ ആവശ്യമല്ലോ അത്. അതിൽ നടക്കണ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലല്ലടാ. അടുത്തത് NEX. എന്ത് രസമാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് നേരത്തേക്ക് ഞാൻ ഒരു കാര്യവും അറിഞ്ഞതേയില്ല. ഭയങ്കര സുഖം. അടുത്തത് വത്സമ്മ മാത്യു. ഞങ്ങളിപ്പം ഊട്ടിയിലാണ്. 11 തണുപ്പ്. ഇവിടെ വായോ, ഒരു ദിവസം താമസിച്ചിട്ട് പോവാം. നന്നായിണ്ട്. എന്നെ വല്ല പെട്ടിയിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അന്ന് നമ്മൾ പോയപ്പോൾ എത്രയാ 16, 18 അങ്ങടെയായിരുന്നു. എന്നിട്ട് തന്നെ എനിക്ക് ശ്വാസം കിട്ടാണ്ടായി. എന്തൊരു ബുദ്ധിമുട്ടായി. വെല്ലോണൊന്ന് വീടെത്തിയാൽ മതി എന്നായി. ഇപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ നല്ല ഫയർ പ്ലേസും നല്ല ഇതുള്ള നല്ല റൂമൊക്കെ എടുക്കണം. മനസ്സിലായ? ഹീറ്ററൊക്കെ ഉള്ള നല്ല സ്ഥലത്ത് പോകണം. എന്നാലാണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്നെ പോലുള്ളവർക്ക്. എനിക്കൊന്നും തണുപ്പൊന്നും തീരെ സഹിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞ ആസ്വദിക്കാനാണ് നമ്മള് ഊട്ടിക്ക് പോണത്. ഇവിടെ തണുപ്പ് ഇത് പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിട്ടുണ്ട് നമ്മളവിടെ പോണത്? ചൂട് കിട്ടാനാണെങ്കിൽ ചൂടിട്ട് തീ കത്തിക്കാനാണെങ്കിൽ ഓടി ഇട്ട് കത്തിച്ചാ പോരെ. അതും ശരിയാണല്ലേ. അടുത്ത് വായിക്കും. ആദർശ് പണിക്കർ. കൊള്ളാം, മനോഹരം. ഇപ്പോൾ സമയം 10:40. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഹൈദരാബാദ് ഇരുന്നാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഞാനും കൂടെ ജ്യേഷ്ഠനുമുണ്ട്. 11 മണിക്ക് നാട്ടിലേക്ക്. വളരെ സുന്ദരമായൊരു ദിവസം കാഴ്ച കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ദിവസം തുടങ്ങുന്നത്. കൊണ്ടാട്ടമുളക് എനിക്ക് വലിയ ഇഷ്ടമാണ്. അമ്മയുള്ളപ്പോൾ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുമായിരുന്നു. അമ്മ മുളകൊക്കെ എന്നെ കൊണ്ടായിരുന്നു നടിക്കുന്നത്. എന്നിട്ട് പറയും ജ്യേഷ്ഠനോട്, കണ്ടോ കുഞ്ഞനിയൻ അനിഴ നക്ഷത്രക്കാരനായതുകൊണ്ടാണ് അവൻ എന്ത് നട്ടാലും പിടിക്കുന്നത് എന്ന്. കൊണ്ടാട്ടമുളക് കണ്ടപ്പോൾ അമ്മയെ ഓർമ്മ വന്നു. സരിതയുടെ ഉടുപ്പ് മനോഹരമായിരിക്കുന്നു. ഒപ്പം അജുവേട്ടൻ്റെ തമാശകളും. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹരമായ കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. ഈ അനിഴ നക്ഷത്രക്കാര് എന്ത് നട്ടാലും നന്നായി ഉണ്ടാവും അല്ലേ. നമ്മുടെ അമ്മ, പിന്നെ സീമ ചേച്ചി, പിന്നെ ഇവിടെ ആരൊക്കെയാന്ന് പറയാം അനിഴങ്കാര്? ജിത്ത് ഇല്ല, പിന്നെ സഞ്ജു, അവരൊക്കെ അനിഴങ്കാരാണ് ഇവിടെ കൂടുതൽ. അതുപോലെ അവിട്ടങ്കാരും കുറേ പേരുണ്ട്. അടുത്ത് മാക്രോ. ഞാൻ കുറച്ച് ദിവസമേ ആയുള്ളൂ നിങ്ങളുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. തൃശ്ശൂർ ഭാഷ എൻ്റെ തനതായ രീതിയിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അജു എല്ലാവരിലും ഒരു പോസിറ്റീവ് എനർജി തരുന്നു. താങ്ക്സ് അജു. എൻ്റെ സരിത ജഗുവിനെ സ്നേഹം അറിയിക്കുക. അടുത്ത് ഷാൻഡി എൽദോസ്. ഗുഡ് മോർണിംഗ് അജു. വായിച്ച കഥ ഞാനും വായിച്ചു. ശരിയാണ്, എല്ലാവരും ഓരോന്ന് പേരും പ്രശസ്തിക്കും വേണ്ടിയാണ്. എന്നിട്ട് ഫോട്ടോയും വീഡിയോയും എടുത്ത് ആളുകളെ അറിയിക്കും. എല്ലാവരും അങ്ങനെ ചെയ്യണവരുണ്ടാവില്ല കേട്ടാ. ചിലവർക്കൊക്കെ അത് ചെയ്യുന്നത് അറിയിക്കണം മറ്റുള്ളവരെ. അത് മറ്റുള്ളവർക്ക് അത് ഗുണമാവണം എന്നുള്ള ഉദ്ദേശത്തിനേക്കാൾ ഉപരി ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കലാണ് ഇവരുടെ വലിയ ഇത്. കഥയിലൂടെ പറയണത് അത് വിചാരിച്ചിട്ട് എല്ലാവരും അല്ലാട്ടാ. അതന്നെ അത് നമ്മളെ അത് മനോരമ പത്രത്തിലൊക്കെ പണ്ടത്തെ എന്തോ സാരോപദേശ കഥകളാണ്. കുറേ പേരിങ്ങനെ ആരും അറിയാണ്ടൊക്കെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞ് അവർക്ക് വല്ല അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴൊക്കെ നമ്മൾ അറിയുക ഇവരിങ്ങനെ കുറേ ചാരിറ്റി കുറേ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് കുറച്ചൊക്കെ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാനും നല്ലതാണ്. ഇങ്ങനെ ഒരാൾ ചെയ്യണത് കാണുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കിട്ടുമല്ലോ. പിന്നെ രാഗിണി ദേവി. ഗുഡ് മോർണിംഗ്. ഞാനും ഉണ്ടാക്കി തൈര് മുളക്. കൊണ്ടാട്ടം നന്നായിരുന്നു. കൃഷിയുടെ നന്നായിട്ട് വരട്ടെ. വിളവെടുപ്പ് കാണാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നും ഉണ്ടാവും വിളവെടുപ്പ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പൊട്ടിക്കും.
സീന കൊരങ്ങൻ പുറത്ത് ഇതാ, പിന്നെ അകത്തെ വിളി എന്തായിരിക്കും, അതും മോൻ്റെ മുന്നിൽ വെച്ച്. തൃശ്ശൂർകാര് കൊരങ്ങെന്ന് വിളിക്കുന്നത് സ്നേഹത്തിലാണ്. ഭർത്താവിനെ ഭാര്യമാര് വിളിക്കുന്നത് ഇഷ്ടത്തോട് പോയിട്ടുള്ള ഒരു വിളിയാണ്. അത് മറ്റുള്ള ജില്ലകളിൽ എങ്ങനെയാന്ന് അത് അങ്ങനത്തെ വിളികള് ചിലപ്പോ ഭയങ്കര വലിയ തെറി പോലെ ആയിരിക്കും. അങ്ങനെയായിരിക്കും. നമ്മളൊക്കെ എന്നെ കൊരങ്ങത്തിന്ന് വിളിക്കും ചേട്ടൻ, ഞാൻ കൊരങ്ങെന്ന് വിളിക്കും. അത് നമ്മൾ അങ്ങടുകളൊക്കെ വിളിക്കും, ഫ്രണ്ട്സിന് ആയാലും ജഗ്ഗുവിനെ വിളിക്കും. അങ്ങനെ ചില പേരുകളുണ്ട് നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ വിളിക്കണ പേരുകൾ. അത് അല്ല ഇപ്പൊ ഭാര്യ ഭർത്താവിനെ ഇപ്പൊ ഇങ്ങനെ പേടിച്ച് വെറുങ്ങലിച്ചിട്ട് അങ്ങനത്തെ പേടിച്ച് നമ്മൾ ബഹുമാനിച്ച് നിൽക്കണ ഒരു ഇതൊന്നല്ലല്ലോ. നമ്മള് ഫ്രണ്ട്സ് പോലെയല്ലേ. അപ്പൊ നമ്മള് എന്താ പറയാ അങ്ങനെയൊക്കെ വിളിക്കില്ലേ അല്ലേ. അത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല കേട്ടാ. പക്ഷെ അത് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, അജുവേട്ടനെ കൊരങ്ങെന്ന് വിളിച്ചു, അക്ഷന്തവ്യമായ തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടം കൊണ്ടുള്ള വിളിയുണ്ടത്. അത് ചോദിച്ചിട്ട് അത് അപ്പൊ അകത്ത് എങ്ങനെയൊക്കെയായിരിക്കും മോന്റെ മുന്നിൽ വെച്ച് മോൻ കണ്ടു വളരണത് ഇത് തന്നെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ആണ് അവൻ കണ്ടു വളരണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങള് കണ്ടു വളർന്നിട്ട് അവൻ എന്തായാലും മോശമാവില്ല, സ്വഭാവമാവില്ല. ബീരാൻകുട്ടിയുടെ കമൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ സ്പേസ് ഇടില്ല, മംഗ്ലീഷിലാണ് എഴുതുക, ഇടയിൽ സ്പേസ് ഇല്ലാണ്ടാണ് ആൾ ടൈപ്പ് ചെയ്ത് പോവുക. അപ്പം ഇങ്ങനെ നിരന്ന് കിടക്കുക. അപ്പം നമുക്കിത് എന്തിട്ടാണെന്നുള്ളത് വായിച്ചെടുക്കത്തിരി പാടാ. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ്, എന്നാൽ എനിക്ക് പറയാനുള്ളത് അജു ചേട്ടൻ കഴിക്കുന്ന ഭക്ഷണം സരിതേച്ചി കഴിക്കുന്നതിൻ്റെ ബാക്കിയൊന്നും സരിതേച്ചി കഴിക്കാറില്ല. എന്താണ് അതിന് കാരണം? ചേട്ടൻ കഴിക്കണതിൻ്റെ ബാക്കി ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ ഒന്നും ബാക്കി വെക്കാറില്ല. ഞാനും ജഗ്ഗുമാണ് പിന്നെയും ബാക്കി വെക്കുക. ഞാൻ ഭക്ഷണം വേസ്റ്റ് ആക്കാറില്ല. ചേട്ടൻ തന്നെയാണല്ലോ വിളമ്പണതാണ്. ചേട്ടൻ വിളമ്പാ എന്നിട്ട് കഴിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് പോയി നിൽക്കുക, അപ്പൊ അവര് ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവര് വിളമ്പി തരും. വിളമ്പാൻ തുടങ്ങുമ്പോ ഞാൻ പറയും വിളമ്പണ്ടെന്ന് പറയും പരമാവധി. നമുക്ക് ആവശ്യമുള്ള എടുക്കാലോ. വെറുതെ ആ പാത്രത്തിലിരിക്കുന്നത് നമ്മുടെ ഇലയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യല. അതിപ്പോ എവിടെയായാലും ഞാൻ പോയി പറയും. സദ്യക്ക് പിന്നെ നമുക്ക് അവർ വിളമ്പിയാണ് പോവുകയാണ് ചെയ്യുക. ഇപ്പൊ സത്യത്തില് സരിതയ്ക്ക് ബാക്കി കഴിക്കാൻ കിട്ടാറില്ല, ബാക്കി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. നമ്മള് കഴിച്ച ബാക്കി കഴിക്കാൻ ഒരിക്കലും നമ്മള് അങ്ങനത്തെ നിർബന്ധ ബുദ്ധിയും ഇല്ല, നമുക്ക് ഇഷ്ടമില്ല. അത് അടുത്തത് റിനി മാത്യു. നിങ്ങൾ അല്ല സരിതയ്ക്ക് ഇഷ്ടമാണ് ബാക്കി കഴിക്കുന്നത് ഭർത്താക്കന്മാരെന്നല്ല ആരുടെയും ബാക്കി കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പണ്ട് കാലത്ത് അങ്ങനെ കുറെ ഭാര്യമാർക്ക് ബാക്കി കഴിക്കാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കില്ലേ, അപ്പം ചിലപ്പോൾ എൻ്റെ ഇപ്പം കറിയൊക്കെ ഇത്തിരി അധികമാണ്, അപ്പം എനിക്കിത് വേണ്ട, അപ്പം ഞാൻ അപ്പം അത് ചേട്ടൻ്റെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചേട്ടനെ ഇത് എന്തിട്ടില്ല നിനക്ക് വേണമെന്ന് ചോദിച്ചിട്ട് ചേട്ടൻ്റെ എനിക്ക് ഇങ്ങനെ ഇട്ട് തരും. അങ്ങനെ ഞങ്ങൾ ചെയ്യും. പിന്നെ കഴിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സൈഡിൽ നിന്ന് കഴിച്ച് വെച്ച് ഈ സൈഡിലത്തെ ചോറ് പെനങ്ങാണ്ടിരിക്കാൻ നിൽക്കുക, അപ്പം അതെടുത്ത് ഞാൻ കഴിക്കൂട്ടെ. അതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബാക്കി ഒക്കെ അച്ഛൻ ബാക്കിയൊക്കെ കഴിക്കും. അല്ലാണ്ട് നമ്മളിങ്ങനെ ആകെ കുഴച്ചൊക്കെ വെച്ചത് ബാക്കി വെച്ചിട്ട് അതെനിക്കിപ്പോൾ ചേട്ടൻ എന്നല്ല ജഗ്ഗു ആയാലും അത് ആര് കഴിച്ചാൽ എൻ്റെ ബാക്കിയായാലും അതിപ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവും തോന്നുന്നില്ല എനിക്ക് കഴിക്കാൻ. അടുത്ത റിനി മാത്യു. നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നിതിനെ മറക്കുന്നുണ്ട്. പാവം അല്ലേട്ടൻ കൊണ്ടു കൊടുത്തു. നിങ്ങളെല്ലാം കഴിക്കാൻ എടുത്തപ്പോൾ ഒരു ചോളം അതിൻ്റെ കയ്യിൽ കൊടുത്തുകൂടെ? ഇനി ശ്രദ്ധിക്കണേ അജു ചേട്ടാ. കൊടുക്കുന്നുണ്ട് എന്നറിയാം, എന്നാലും ഒരുമിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഉള്ള സന്തോഷം കിട്ടില്ലല്ലോ. ആ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുള്ള ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവനാണ്. ഞങ്ങളെക്കാളോ കൂടുതൽ മാറ്റി വയ്ക്കുകയും ചെയ്യും, എപ്പോഴും കൂടുതൽ കഴിക്കും. അല്ല നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ കൊടുത്തോളൂ ചേട്ടാ. അതിപ്പോ ചിലപ്പോ നമ്മള് വീഡിയോരെ ആ ഇതില് ഫ്ലോയില് പോകുമ്പോ നമുക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെയുണ്ടേ, അങ്ങനെയുണ്ട്. പിന്നെ അവൻ പറയും കഴിഞ്ഞിട്ട് എല്ലാം കഴിച്ചിട്ട് എടുത്ത് കഴിക്കുള്ളൂ എന്ന് പറയും. അടുത്തത് രഞ്ജിത്ത് മേനോൻ. അജു പാടിയത് ശരിയായി വന്നല്ലോ, കലക്കിയിട്ടോ. വല്ല ചാനലിലും ഇന്റർവ്യൂ കൊടുക്കുന്നുവെങ്കിൽ സരിത ലീഡ് ചെയ്താൽ മതി, സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യണമല്ലോ, ഇടയ്ക്കിടെ അജു കയറിയാലും മതി. അത് നമ്മള് മറ്റേ അതിലൊരു പാട്ട് പാടി ചേട്ടൻ ആ വീഡിയോയില്, എന്നിട്ടാണെന്ന് അറിയോ, കണ്ണും കണ്ണും. അത്
2 വരെ പാടുള്ളൂ. അടുത്തത് ബിന്ദു ധനഞ്ജയൻ. ചോളം പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നത് വളരെ സുന്ദരമായ കാഴ്ചയായിരുന്നു. അടുത്തത് ഇന്ദിര വിജയൻ. ദയവ് ചെയ്ത് സിനിമാ സ്റ്റോറി ചാനലിൽ പറയാതിരിക്കുക, കാണേണ്ടവർ പോയി കാണും, കമൻട്രി നിർത്തൂ. അതിപ്പോ നമ്മൾ മനഃപൂർവ്വം വരുന്നതല്ല, അത് തന്നെ എങ്ങനെയാണ് വരുന്നതാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു സിനിമയുടെ സീൻ ഓർമ്മ വരുമ്പോൾ അങ്ങനെ പറഞ്ഞു പോണതാണ് കേട്ടോ, കരുതിക്കുട്ടി പറയണതല്ല. അടുത്ത നന്ദാസ് വ്യൂ. വേറെ 3 എണ്ണം ഉണ്ടായിരുന്നല്ലോ മിറാക്കിൾ ഫ്രൂട്ട്, അത് ഞാൻ തിന്നു. അങ്ങനെയെങ്കിൽ സാൻഡപ്പനോട് ടിൻപിൻ സ്റ്റോറീസ് ഹരിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറയാലോ. തൃശ്ശൂർ കോലഴിയാണ് ഹരിയുടെ വീട്. സഫാരി ചാനലിലും ഹരി വന്നിരുന്നു. പറയാട്ടാ. സാൻഡപ്പൻ ചോദിച്ചു തൃശ്ശൂർ വേറെ ആരെങ്കിലും എങ്ങനെ ചെയ്യാൻ പറ്റിയവരറിയുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയാം. അടുത്ത ജയ അശോക്. അജു സരിത. കോട്ടയം തലയോലപ്പറമ്പ് വടകരയിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഒരു യാത്ര, പെട്ടെന്ന് വരൂ. വരുമ്പോൾ സരിത, അജു, ജഗ്ഗു കൂടെ അനിലൻ ചേട്ടനെയും കൂട്ടു. നമുക്ക് യാത്രാനുഭവം പെട്ടെന്നുണ്ടാക്കാം. സ്ഥലത്തിൻ്റെ പേര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാനഡ എന്നാക്കാം കേട്ടോ. എനിക്കറിയാം തലയോലപ്പറമ്പുള്ള വടകര. ഞാൻ ചോദിച്ചു, എനിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് ആദ്യം കുറെ നാൾ മുമ്പ്. അപ്പൊ ഞാൻ വടകര നമ്മുടെ കോഴിക്കോടല്ലേ എന്ന് പറയുമ്പോ അല്ല, ഇവിടുത്തെ വടകരയാണെന്ന് പറഞ്ഞു. കോട്ടയം ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ കൊണ്ട് പാചകമൊക്കെ ചെയ്ത് അവിടെയൊക്കെ കറങ്ങാൻ. ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലാണ് കമന്റ് ഇടാം. അടുത്ത മിനി മോഹൻദാസ്. സരിതയെ കടുമാങ്ങച്ചാർ കിട്ടുന്നത് വടൂക്കര ഗേറ്റ് എത്തുന്നതിന് മുന്നേ മനവഴി എന്ന് പറയും. അതന്നെ മനവഴി. ഒരു ദിവസം പോകണ്ട അവിടെയാണ്. ഇന്നത്തെ വീഡിയോ സൂപ്പർ, ഒരുപാട് സ്നേഹം. സന്തോഷം. അടുത്തത് ഗൾഫ് കോൺ. അങ്ങനെ നീണ്ട കല്യാണ ഒരുക്കങ്ങൾക്കും പർച്ചേസുകൾക്കും കല്യാണ വീഡിയോകൾക്ക് ശേഷം അജൂസ് വേൾഡത്തിൻ്റെ തനതായ ട്രാക്കിലേക്ക് വീണ്ടും വന്നു. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ വീണ്ടും കൃഷിയിടത്തിലെ നർമ്മ സംഭാഷണങ്ങളോട് കൂടി ഒരു വീഡിയോ കൂടി. സന്തോഷം, മനസ്സ് നിറഞ്ഞു. ലവ് യു ഓൾ. സാൻഡപ്പൻ്റെ ചാനലിൽ 2 പേരും കൂടി പോയി ഏതെങ്കിലും യാത്രയുടെ അനുഭവം പങ്കുവയ്ക്കുന്നതാവും നല്ലത്. എന്നാലേ സരിതയുടെ കൂടി ഇൻവോൾവ് ഉണ്ടാകൂ, എന്നാലേ അതിൽ തഗ്ഗും കൗണ്ടറും ഒക്കെ ഉണ്ടാകൂ. അങ്ങനെ തന്നെ അവതരിപ്പിച്ചത്. ഇനി 2 ദിവസം കഴിഞ്ഞ് അവർ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നുണ്ട്. ഞങ്ങൾ പോണ്ടിച്ചേരി യാത്രയെ പറഞ്ഞേ. അടുത്തത് പ്രിയ വി. ഈ വീഡിയോ കണ്ടപ്പോൾ അജു ഇരുമ്പമ്പുളി കടിച്ച് മുഖത്ത് വന്ന ഭാവം ഓർമ്മ വന്നു, ചിരി വന്നു. മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ, മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട്. അടുത്തത് രാജലക്ഷ്മി പ്രേമചന്ദ്രൻ. അധ്വാനിക്കാൻ അജുവും തിന്നാൻ സരിതയും. അതിന് മറുപടി സരിത പറയും. അയ്യോ അതങ്ങനെയല്ല, അത് ഒരുമാതിരി വീടുകളിലൊക്കെ ഭർത്താക്കന്മാരെ അധ്വാനിച്ചു കൊണ്ടുവരും. ഭാര്യ മക്കൾ തന്നെയല്ലേ കഴിക്കുക, സ്വന്തം ഭാര്യയല്ലേ. അജു എന്ന് പറയണത് എൻ്റെ സ്വന്തം ഭർത്താവാണ്. അപ്പൊ അദ്ദേഹം ജോലി അധ്വാനിച്ചുണ്ടാക്കുന്നത് ഞാൻ കഴിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വേറെ ആരെങ്കിലും ഭർത്താക്കന്മാരെ അധ്വാനിച്ചു കൊണ്ടുവരണതല്ലോ ഞാൻ കഴിക്കണേ. അപ്പൊ അധ്വാനിക്കാൻ അജുവും തിന്നാൻ സരിതയും. നല്ലൊരു ഇതാണ്. ഞാൻ തിന്നു, നാണക്കേടിന്റെ ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെയാവില്ലായിരിക്കും. ഈ ചേച്ചിയെ അധ്വാനിക്കണേ, ഭർത്താവും തിന്നണത്. അതായിരിക്കും ഈ ചേച്ചി അങ്ങനെ പറഞ്ഞത്. അതെ, അഭിമാനിക്കുന്നു. ആ ചേച്ചി ഒരു കമന്റ് ഓടിയിട്ടുണ്ട്. ഭർത്താവ് കുരങ്ങെന്ന് എത്ര സ്നേഹം ഉണ്ടെങ്കിലും വിളിക്കാമോ സരിതേ, പാവം മനുഷ്യൻ. അജു വെറും ഒരു പാവമല്ലേ. അതിനുള്ള മറുപടി ഇതിന് തൊട്ട് മുമ്പ് ഒരു ആള് കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരു ചേച്ചി ഇല്ലേ, ഭർത്താവ് കുരങ്ങെന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോഴേ ഞങ്ങൾ തൃശ്ശൂർക്കാരങ്ങനെ പറയും. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ അതൊരു വിഷമമുള്ള കാര്യമായിരിക്കും അങ്ങനെ വേണമെങ്കിൽ വിളിക്കണം. അതും പരസ്യമായിട്ട് വിളിക്കല്ലേ. അത് ഞാനെങ്ങനെയാ കൊരങ്ങാ ഇങ്ങോട്ട് വന്നേ അങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ വിളിച്ചത്. ഞാൻ കണ്ടച്ചിരിക്കുന്നത് നോക്ക് കൊരങ്ങൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്. നോർമലായിട്ട് ഇവിടെ അങ്ങനെ എല്ലാവരും പറയണതാണ്. അത് ചിലർക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടാവും. അർജുൻ വി കെ. നമസ്കാരം അജു ചേട്ടാ, സരിതേച്ചി, ജഗ്ഗു. ഇന്ന് ചോളം വിളവെടുപ്പും കൂടാതെ ചോളം പാചകം ചെയ്ത് കഴിക്കുന്നതെല്ലാം കാണുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, സ്നേഹം. അതുപോലെ അജു ചേട്ടൻ പഴയ കഥകളൊക്കെ എത്ര രസകരമായിട്ടാണ് പറയുന്നത്. കേൾക്കാൻ എപ്പോഴും വളരെ ഇഷ്ടവുമാണ്. ട്രാവൽസ് ചാനലിൽ വരാൻ പോകുന്ന യാത്രാ വിവരണത്തിൻ്റെ വീഡിയോ കാണുവാനായി കാത്തിരിക്കുന്നു. എപ്പോഴത്തെയും പോലെ മനോഹരമായ മറ്റൊരു വീഡിയോ. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ. അത് അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് അല്ലത് ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ജിതീഷ് തിലകൻ. കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ബ്ലോഗിലാണ് അനിലേട്ടൻ മുഴുവനായി വന്നിരിക്കുന്നത്. എല്ലാവരും കഴിക്കുന്നതിനിടയിൽ ക്യാമറാമാനെ മറന്നു എന്ന് തോന്നുന്നു. എന്നാൽ നമ്മുടെ അനിലൻ ചേട്ടൻ ഒരു പിടിച്ചോളവുമായി ക്യാമറാമാൻ്റെ മുന്നിലേക്ക് നീട്ടി. അനിലൻ ചേട്ടൻ്റെ ഈ കാര്യത്തിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് അനിലൻ ചേട്ടനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അനിലൻ ചേട്ടനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ച അജൂസ് വേൾഡിന് നന്മകളുണ്ടാകട്ടെ. ജഗ്ഗുവിനൊരു ഹായ്. അടുത്തത് നമ്മളെപ്പോഴും ഫുഡ് അവനുള്ളത് കൊടുക്കും, അല്ലാണ്ട് അവന് കൊടുത്തില്ലെങ്കിൽ അവൻ എത്ര ദിവസം ഇവിടെ നിൽക്കും, അപ്പനെ പോവില്ലേ. അതാലോചിച്ചിരുന്ന എനിക്ക്.
അടുത്ത് ഹാപ്പി ലൈഫ് അജു ഏട്ടൻ. അനിലൻ ചേട്ടാ വന്ന് നോക്കിയ ഗോൾഡൻ ബെറി. അനിലൻ ചേട്ടൻ ഇത് നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയനല്ലേ, അപ്പോൾ അജു ഏട്ടൻ പ്ലിങ്. അടുത്തത് അങ്ങനെയുള്ള പേരാണ് ഗോൾഡൻ ബെറി. ഇന്ത് ചന്ദ്. 5 മിറാക്കിൾ ഫ്രൂട്ട് അതിലുണ്ടായിരുന്നു എന്നാണ് സരിത പറഞ്ഞത്. അതിൽ 3 എണ്ണം കഥാനായകൻ നേരത്തെ അങ്ങ് സാപ്പിട്ടു, എന്നിട്ട് 2 എണ്ണം കൊണ്ടുവന്നു നല്ല ഒരു കുട്ടിയെ പോലെ. എന്നിട്ട് പറയുകയാണ് 1 എണ്ണം ജഗ്ഗു കഴിക്കട്ടെ, ബാക്കി 1 എണ്ണം പകുതി ഞാനും പകുതി സരിതയും. എൻ്റെ അജു സമ്മതിക്കണം. എല്ലാ കള്ളത്തരവും സരിത കൈയോടെ പൊക്കി ചിരിച്ച് ഒരു വഴിയായി. ഞാൻ കണ്ടതല്ലേ, ഞാൻ തലേദിവസമാണോ എപ്പോഴാണ് നനയ്ക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞത് ഇതേ മിറാക്കിൾ ഫ്രൂട്ട് പഴുത്ത് നിൽക്കണമെന്ന്. അപ്പം അച്ചേരുടെ ഇടയിൽ ഇങ്ങനെ ചുമപ്പ് കാണുമ്പോൾ പെട്ടെന്ന് കാണുമല്ലോ, അപ്പം നനയ്ക്കുമ്പോൾ ഞാൻ അത് കണ്ടു. അപ്പോൾ ചേട്ടൻ പറ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് വേറെ എന്തിട്ടെങ്കിലും പുളികളൊക്കെ തിന്നാട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് പിന്നെ എപ്പോഴാണ് 3 എണ്ണം പൊട്ടിച്ചത് ഞാൻ കണ്ടില്ല. 2 എണ്ണം കൊണ്ട് അങ്ങോട്ട് വന്നേ. പേടിക്കണ്ട, നമ്മുടെ ജർമ്മനിയിലുള്ള സിസ്റ്റർ ഇല്ലേ, ആള് മാളയില് ഉള്ളത്, ആള് ഓരോ കോലഴിയുള്ള മഠത്തിൽ ആളിപ്പോ അവിടുന്ന് ജർമ്മനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോലഴിയിലെ മഠത്തില് മിറാക്കിൾ ഫ്രൂട്ടിന്റെ 8 കളിയാന്ന് നിറച്ചാന്ന്, ആരും പൊട്ടിച്ചോണ്ട് അല്ല അത് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചോണ്ട് നിറച്ചോണ്ട് കൊണ്ടുവരാന്ന്. അല്ല ഇത് ഇനിയും പഴുത്തൊക്കെയുണ്ട് വേണ്ട, അല്ല ചിലർക്ക് ആവശ്യമില്ലെന്ന്. എന്താണ് ഗുണങ്ങളെന്ന് എനിക്കറിയില്ല കേട്ടാ. ദീപ്തി കമൽ 7-19 കൊരങ്ങന്നാ സരിത സോറി പറയണം. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ റിപ്ലൈ കൊടുത്തു, നെവർ. സോറി പറയാൻ മാത്രമുള്ളൊരു തെറ്റായിട്ട് എനിക്കത് തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ജിൻസി ഷൈജു അതിൻ്റെ അടിയിൽ റിപ്ലൈ ഇട്ടൊക്കെ എങ്കിൽ ഇയാൾ കുരങ്ങിയെന്ന്. ആയിക്കോട്ടെ, ചേട്ടൻ കുരങ്ങനാകുമ്പോൾ ഞാൻ കുരങ്ങത്തിയാണ്, നോ പ്രോബ്ലം. അതെ, നമ്മളിവിടെ നമ്മളിങ്ങനെ ഈ സ്നേഹത്തിലൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പേരുകളും വിളിക്കും. പണ്ട് മറ്റേ ശവി നോക്കിയിരുന്നു പണ്ടത്തെ തൃശ്ശൂർക്കാർ വിളിച്ചോളാം. പിന്നെ കാണിക്കണേ അത് ദേഷ്യത്തിലല്ലാട്ടാ, അതങ്ങനെ തൃശ്ശൂർക്കാരങ്ങനെ വിളിക്കും. ഭാര്യയും ഭർത്താവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും. പിന്നെ തൊരപ്പൻ, ഈ കൊരങ്ങൻ, പിന്നെ എന്തിട്ടാണ് അങ്ങനെ കുറെ പേരുകളുണ്ട്, തമാശക്ക് വിളിക്കണ പേരുകള്. നമ്മുടെ ഒരു സ്ലാങ്ങിന്റെ ഒരു ഭാഗമാണത്. സന്ധ്യ ബിജു മിന്നുമോൾ ഡാൻസ് കളിച്ചത് സൂപ്പറായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സരിത ചേട്ടനെ കുരങ്ങൻ എന്നൊക്കെ വിളിച്ചാൽ ചോദിക്കാൻ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ചോളം വല്ലതും തിന്നുന്നതിന് മുമ്പ് കവർ ഇടൂ. ഇപ്പോൾ ഏതൊക്കെ തരം അസുഖങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് ഒന്നും തിന്നതിൻ്റെ ബാക്കി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തത് ഒരു പാലക്കാട്ടുകാരൻ. എന്താ ചേച്ചി ഒരു നിഷ്കളങ്കനായ ചേട്ടൻ്റെ മുഖം നോക്കി ഇങ്ങനെ പറയാൻ തോന്നുന്നു, അതും സ്വന്തം കെട്ടിയോനെ കുരങ്ങൻ എന്ന് പറയാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ റിപ്ലൈ കൊടുത്തു, സ്വന്തം അല്ലാണ്ട് മറ്റുള്ളവരെ കെട്ടിയോമാരെ കുരങ്ങെന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ആൾ വീണ്ടും റിപ്ലൈ തന്നേക്കാം, ഞാൻ എല്ലാ വ്ളോഗും കാണാറുണ്ട്, മൊത്തം ഫാമിലിയും ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ചേച്ചി ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് ദേഷ്യം വരും, ഇഷ്ടം കൊണ്ട് മാത്രം, ഒന്നും വിചാരിച്ചു പോവല്ലേ, എന്നാലും കുരങ്ങെന്ന് പറയല്ലേ പ്ലീസ്. കുറവട്ടം വിളിച്ചൂല്ലേ. അടുത്ത് ഉഷാ നാരായണൻ. അജു സരിത ജഗ്ഗു എല്ലാവർക്കും സുഖല്ലേ? അജുവിൻ്റെ ഫുട്ബോൾ കമൻറ്റ് കേട്ട് ചിരിച്ച് വയ്യാണ്ടായി. രാവിലെ റൊമാൻസ് ആണല്ലോ അജുവിന്, എന്ത് പറ്റി അജുവിന്? സരിതയെ ശ്രദ്ധിക്കണേ. ഞാൻ എന്തൊട്ട് ശ്രദ്ധിക്കാന്? സുമം സരിതയും കൂടെ പോയിട്ടുള്ള യാത്രയെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. യാത്ര വിവരണം സരിത പറയുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. എല്ലാം വളരെ വ്യക്തവും ശക്തവുമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അജുവേട്ടനേക്കാൾ മിടുക്കി സരിത തന്നെ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അജുവേട്ടന് വിഷമമായില്ല എന്ന് കരുതുന്നു. അഥവാ വിഷമമായാലും എനിക്കൊന്നുമില്ല, കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അറിയാവുന്ന പരമമായൊരു സത്യമാണ് ഞാൻ പറഞ്ഞത്. സരിതനെ പറയുന്നതാണ് കൂടുതൽ നല്ലത്. സരിത പറയുമ്പോൾ കൃത്യമായിട്ട് പറയും. നമുക്ക് ചിലപ്പോൾ വഴി തെറ്റി റൂട്ട് മാറുമ്പോൾ അപ്പോൾ സരിത ഇടപെടണം. അടുത്ത ഷീലാച്ചു. ഇടയ്ക്കൊക്കെ താമരശ്ശേരിയിലെ ബാലസംഘങ്ങളെ കൂട്ടി അജുവിൻ്റെ കുട്ടിക്കാലത്തെ കളികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള വ്ളോഗുകൾ ചെയ്തുകൂടെ? രസമായിരിക്കും. പിന്നെ പുതുതലമുറയെ ഒരു പരിചയപ്പെടുത്തലും നമ്മുടെ കുട്ടിക്കാലം അയവിറക്കലുമായി. താമരശ്ശേരിയിലെ ബാലസംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജഗ്ഗു ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരു പ്രശ്നവുമില്ല, നമ്മളെന്താണോ പറയണത് അവനനുസരിക്കും വരും. പിന്നെ പൊന്നൂസും മിന്നും കുഴപ്പമില്ല, അവർക്കും വരാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ കൺമണിക്ക് കുഴപ്പമില്ല. പിന്നെയുള്ളവർക്ക് ആർക്കും ജിത്ത് തൊട്ട് ആർക്കും ആൺകുട്ടികൾക്ക് ഇഷ്ടമല്ല, വലിയവരായി. അതെ, ഞാൻ പറഞ്ഞതാണ്. അടുത്ത തലമുറയിലത്തെ പിള്ളേരുണ്ടല്ലോ, വലിയേട്ടൻ്റെ മക്കൾ തൊട്ട് ആർക്കും വലിയ താല്പര്യമില്ല. ഇപ്പം ഇന്ദുവൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ.
അടുത്ത മീന സതീഷ്. ഒഴിവുള്ള സമയം നിങ്ങളുടെ പഴയ വീഡിയോ കാണലാണ് എൻ്റെ ഹോബി. കുഞ്ഞു ജഗ്ഗുവിനെ കാണാൻ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ ചരിത്രം ഞങ്ങളിലൂടെ കണ്ടാൽ എൻ്റെ മാനസിക വിഷമം എല്ലാം മാറും. ഇന്നലെ കണ്ടത് പോണ്ടിച്ചേരി യാത്രയും ഊട്ടി യാത്രയുമാണ്. ഇതൊക്കെ 5 കൊല്ലം മുമ്പ് കണ്ടതാണ്. എങ്കിലും ഇപ്പോഴും കാണുമ്പോൾ പുതുമയുണ്ട്. ജാസി ഡ്രൈവൺ. ഞാൻ ബാറിൽ കയറിയിട്ടില്ല എന്ന് അജുചേട്ടൻ പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചത് കൊണ്ടാണോ ആ ഷോട്ട് കട്ട് ചെയ്തേ? എല്ലാരും ആ ഷോട്ട് കട്ട് ചെയ്താ? ഓ, മനസ്സിലായി. അടുത്തത് ശിവദാസ് അമ്പലപ്പാട്ട്. ജഗ്ഗു നായകനായ ഷോർട്ട് ഫിലിം അടിപൊളിയാകട്ടെ. അവൻ ഭാവിയിൽ ഒരു മോഹൻലാലോ മമ്മൂട്ടിയാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സരിതയുടെ അജുവിൻ്റെയും മോനല്ലേ, ഒട്ടും മോശം വരില്ല. അത് നമ്മുടെ ഗ്രീൻ പീസ്. അതിൽ മുഴുവൻ അത് ഉണ്ടാക്കേണ്ട കുറേ റെസിപ്പികൾ ആൾക്കാർ അയച്ചു തന്നേക്കണത്. അത് അങ്ങനെയല്ല ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യണം. എനിക്കതിന് ചെയ്തേ പറ്റൂന്ന് എനിക്കൊരു വാശിയായി. കാരണം ടേസ്റ്റ് ഭയങ്കര മാറ്റം ഉണ്ടായിരിക്കും തോന്നുന്നു നമ്മൾ പറഞ്ഞ പോലെ വയ്ക്കുകയാണെങ്കിൽ. പിന്നെ ജഗ്ഗുവിന് അഭിനയം അങ്ങനത്തെ മേഖല ഇഷ്ടമേ അല്ല. അപ്പം അവന് ഭാവിയിൽ വലിയ അങ്ങനത്തെ ആളാവണം എന്നൊന്നും ഇഷ്ടമില്ല. അങ്ങനെ സിനിമയിൽ ക്യാമറ നല്ല ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിട്ട് ഫോട്ടോസ് എടുക്കും. നല്ല ആംഗിളും ക്യാമറ ആംഗിളൊക്കെ നോക്കിയിട്ട് നല്ല രസമായിട്ട് എടുക്കാനറിയാം. അത് എഡിറ്റ് ചെയ്ത് എന്നിട്ട് അവൻ തന്നെ അതും എഡിറ്റ് ചെയ്ത് കുറേ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. ഭയങ്കര രസമായിട്ട് ചെയ്യും ആൾ. അല്ലാണ്ട് അഭിനയം അവന് താല്പര്യമില്ല. ഇപ്പോൾ ഷൂട്ട് ഞങ്ങൾ കൊണ്ടുവന്നാക്കി പോരുക ചെയ്തത്. അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടില്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് പ്രേംപ്രകാശ് ലൂയിസ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആൾ പറഞ്ഞത് അവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ജസ്റ്റ് ബിഹേവ് ചെയ്യണ പോലത്തെ സാധനങ്ങളില്ലേ, വെറുതെ വന്നിട്ട് ഇങ്ങനെ സാധാരണ പോലെ നോർമലായിട്ട് അച്ഛനോട് അമ്മോട് ഇന്ന് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ ഒക്കെ വേഗം വേഗം കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഇത്തിരി കൂടുതൽ അഭിനയിക്കേണ്ടത് ഒരു സ്റ്റേജിൽ നാടകം അവതരിപ്പിക്കുന്നതായിട്ട് അതിലൊരു സീനുണ്ട്. അപ്പോൾ അമ്മ മരിച്ചിട്ടൊക്കെ ഉറക്കം നിലവിളിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്ക് ചമ്മൽ. അത് ചെയ്യാനാണ് ഇത്തിരി ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ. അടുത്തത് അംബിക മേനോൻ. ഐ സ്റ്റഡീഡ് ഇൻ സെൻറ്റ് പോൾസ് കോൺവെൻറ്റ് കുരിയച്ചിറ ഫ്രം 1970 to 74. നൗ ഐ എം 60 years old. 70 തൊട്ട് 74 വരെ 4 വർഷം സെൻറ്റ് പോൾസിലാണ് പഠിച്ചതെന്ന് ഈ ചേച്ചി അംബിക മേനോൻ. ഇപ്പം 60 വയസ്സുണ്ടെന്ന്. ആയിരിക്കും. അടുത്തത് ശ്യാംദാസ് PS. നാളെ വീഡിയോ ഉണ്ടാകുമോ? അല്ല, സത്യം പറഞ്ഞേ, സരിതയുടെ തല ക്യാമറ കൊണ്ട് അടിച്ച് ക്യാമറ പോവുകയും തല പൊട്ടുകയും ചെയ്താൽ പിന്നെ എങ്ങനെ വീഡിയോ വരും പ്രേക്ഷകരെ? കൊച്ചു കുട്ടികളെ പോലെ വഴക്കിട്ട് ക്യാമറ ഓഫാക്കുന്ന അജു. ചിരിച്ച് വയ്യാണ്ടായി ഞാൻ. അവസാനമായിപ്പോൾ രമ്യ രതീഷ്. ഗുഡ് മോർണിംഗ്. ജഗ്ഗു പറഞ്ഞില്ലേ അമ്മയോട് ഇളക്കാമായിരുന്നില്ലേ എന്ന്. അങ്ങനെ പറയാൻ കാരണം ഓരോ പൊടിയെടുക്കുമ്പോഴും എന്തോരിടണം എന്നുള്ള ചോദ്യം ഒഴിവാക്കാമല്ലോ. അമ്മ ഇളക്കിയാൽ മതിയല്ലോ, അച്ഛൻ പൊടി ഇട്ടുള്ളൂല്ലോ, അതാണ്. അപ്പോൾ സരിതേച്ചി പറഞ്ഞു അച്ഛൻ്റെ റെസിപ്പിയാണ്, അച്ഛനെ അറിയൂ. ഈശ്വരന്മാരെ, ചേട്ടൻ്റെ തലച്ചോറ് ചേട്ടന് പണിയൊന്നും കൊടുക്കരുതേ. അതെങ്ങനെ ഒക്കെ ഉണ്ടാക്കണമെന്ന് റെസിപ്പി അറിയില്ലേ? ഇളക്കാൻ റെസിപ്പി അറിയണമെന്നില്ലല്ലോ. ഇതാണ് ജഗ്ഗു ഉദ്ദേശിച്ചത്. അത് ശരിയായിരുന്നു. ഞാൻ ഇളക്കാമെന്നാണ് ചേട്ടനിട്ടാൽ മതി, ചേട്ടനെല്ലാം അറിയണ ആള്. ഫുൾ വീഡിയോ ഇപ്പോഴാണ് കണ്ടേ. ചേച്ചിക്ക് ഇഷ്ടമായില്ല. ബട്ട് ചേട്ടൻ ഈ ടേസ്റ്റാണ് ഉദ്ദേശിച്ചത്. ചേച്ചി ഉദ്ദേശിക്കുന്നത് വേറെയാണ്. സരിത ചേച്ചിക്ക് കൂടുതൽ കുറ്റം പറയാനുള്ള അവസരം കൊടുക്കാതെ ചേട്ടൻ തന്ത്രപൂർവ്വം വീഡിയോ വേഗം അവസാനിപ്പിച്ചു. അതന്നെ ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അപ്പോൾ ശരി നന്ദി നമസ്കാരം പറഞ്ഞതിനെ വേഗം കൊണ്ട് അവസാനിപ്പിച്ചു. കാരണം ഇതിലാണ് ഈ മുട്ട കാണാനില്ല. ഗ്രീൻ പീസ് മാത്രമേ എടുക്കണുള്ളൂ. മുട്ട കൊത്തിപ്പൊരിൻ്റെ ഒരംശം പോലും കാണാനില്ല. ഇട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ചേട്ടൻ അത് വരുത്തുന്ന ഞാൻ അപ്പോൾ അത് കാണാനില്ല. എന്നാലും ഇത് കഴിക്കുമ്പോൾ ഈ കോഴിമുട്ടയുടെ ഒരു ജാതി പച്ചമണം, ഭയങ്കര മണം. അതെന്തുകൊണ്ടാണ് വന്നറിയൂ? മിക്സിയിലടിച്ച കാരണം. മിക്സിയിലടിക്കുമ്പോൾ അങ്ങനെ മണം ഇരുത്തറേ. 100 വട്ടം പറഞ്ഞു ഞാനും ജഗ്ഗു മിക്സിയിലടിക്കണ്ടെന്ന് മുമ്പേ തന്നെ. ചേട്ടാ ഇത് ഉണ്ടാക്കണ കാര്യം പറഞ്ഞപ്പോഴേ തൊട്ട് പറയേണ്ടത് മിക്സിയിലടിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കാന്ന്. സബോളയും ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പൊ എനിക്ക് നല്ല രസം ഉണ്ടാവും അത്. സന്തോഷ് ഗോപി. സരിതയ്ക്ക് ആങ്കറിങ് ഡബ്ബിംഗ് ഒക്കെ ചെയ്യാൻ നല്ല കഴിവുണ്ട്. അവസരങ്ങൾ കിട്ടിയാൽ പാഴാക്കരുത്. ആങ്കറിങ് എനിക്ക് താല്പര്യമില്ല. ഡബ്ബിങ് വേണമെങ്കിൽ നോക്കാം. ഡബ്ബിങ് ഈ പറഞ്ഞ പോലെ ഭയങ്കര കരഞ്ഞു നിലവിളിച്ച് അങ്ങനത്തെ ഒക്കെ എനിക്ക് ചെയ്യാൻ അറിയില്ല. നോർമലായിട്ട് സംസാരിക്കണത് ചെയ്തു പോകാൻ സുഖമാണ്. പിന്നെ ആങ്കറിങ് എനിക്ക് പറ്റണ പണിയല്ല. കാരണം ആങ്കറിങ് ചെയ്യുമ്പോൾ നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ നല്ല വായിന്ന് ഇങ്ങനെ നിർഗളം വാക്കുകൾ ഇങ്ങനെ ഒഴുകണം. പിന്നെ നല്ല അറിവുണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളെയും കുറിച്ച്.
എനിക്കറിയാവുന്നൊരു വിഷയമാണ് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു പോകും. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ കുറേ ഉണ്ട്, അറിയണ കാര്യങ്ങൾ വളരെ കുറച്ചുള്ളൂ. അല്ല, എനിക്ക് മൊത്തത്തിലൊരു ഇമേജ് ഉണ്ട്, ഞാൻ ഭയങ്കര അറിവുള്ള ആളാണ്. പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരമുണ്ട് എന്നും കുറേ പേര് വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല കേട്ടാ. എനിക്ക് പഠിപ്പ് എന്ന് പറയണത് അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. എനിക്ക് വിദ്യാഭ്യാസം വെറും പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡിപ്ലോമയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചാനൽ എനിക്കുള്ളത് കൊണ്ടാണോ ഇനി ആളുകൾ എനിക്ക് ഭയങ്കര അറിവുണ്ടെന്ന് വിചാരിക്കണത് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും അതിപ്പോ ഞാൻ കോഴി മുട്ടയിട്ട് എൻ്റെ അങ്കണ കേൾക്കണം. അങ്ങനെ അടുത്തത് ഷിനിനാഥ്. ജഗ്ഗുവിന് നല്ല അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ. പിന്നെ അജു ചേട്ടാ, എപ്പോഴും ഇങ്ങനെ കൈയിട്ട് വാരി കഴിക്കല്ലേ, ബോറാണ്, വീഡിയോ പിടിക്കുവല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ചീറ്റുന്നേ, എരിവ് കൂടുതൽ ഉള്ള പോലെ ചെവി പൊട്ടുന്നു. ഇങ്ങനെ ആക്കണതാണോ? ഞാനങ്ങനെ അല്ല, ചേട്ടന് അങ്ങനെ സംസാരിക്കണ ഇടയിൽ വരാറില്ല, മുന്നേ പറയാറില്ലേ അരിയണ പോലത്തെ ഒരു സൗണ്ട്. ഞാനും അങ്ങനത്തെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അടുത്തത് രൂപേഷ് രവി. അജു, ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ ഒരു പക്ഷേ വരും തലമുറ മടിച്ചേക്കാം. അജു ഞങ്ങളുടെ ഹീറോ ആണ്, ഹീറോ. സത്യം പറയുന്നത് ചേട്ടനെ വല്ലവരെ കൊണ്ട് ഇടിപ്പിച്ചേക്കാൻ പറ്റും. ആരാണ് ഈ രൂപേഷ് രവി? ചാനൽ തുടങ്ങിയ ടൈമിലൊക്കെ നമ്മള് മറ്റുള്ളവരെ കമന്റ് അടിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴൊന്നും അതിന്റെ ആവശ്യം, അടിപൊളി വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ ഇടാം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക്. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ഈ കമന്റ്. ഹാപ്പി ലൈഫ്. ജഗ്ഗു എന്ത് നല്ല മോനാ, അച്ഛൻ്റെ അടുത്ത് എന്തൊരു അച്ചടക്കത്തോടെ ചിരിച്ചു നിൽക്കുന്നു. ജഗ്ഗുവിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ പോരാ, അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ജഗ്ഗു മോനെ. എന്നെങ്കിലും കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും എൻ്റെ പൊന്നിനെ. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു. ജഗ്ഗുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ജഗ്ഗുവിനെ കാണണമെന്നുണ്ട്. എനിക്ക് ജഗ്ഗുവിനെ കാണാനും സംസാരിക്കാനും ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ അന്വേഷണം ജഗ്ഗു മോനെ അറിയിക്കണേ. തീർച്ചയായിട്ടും പറയാം. അതെ. അച്ചടക്കം എന്ന് പറഞ്ഞാലേ അച്ചടക്കമുണ്ട് ശരിക്കും. പിന്നെ നമ്മൾ പറയണത് അനുസരിക്കും. അതൊരു ഭയങ്കര ഒരു സമാധാനം, ഭാഗ്യമാണ് നമുക്ക്. എന്ത് പറഞ്ഞാലും അനുസരിക്കും. എപ്പോഴും ചിരിക്കും, എപ്പോഴും ചിരിക്കും. അവനൊരു ജനിച്ചിട്ടൊരു സാധാരണ കുട്ടികളൊരു 50 ദിവസമൊക്കെ ആകുമ്പോഴൊക്കെ ചിരിച്ചു തുടങ്ങില്ലേ, ഇവൻ ചിരിക്കണില്ല. ഒരു 70 ദിവസം 75 ദിവസം എന്ത് തന്നെ ചിരിക്കണില്ല. അപ്പോൾ ഇതെന്ത് ചിരിക്കാത്ത ക്ലാവ്, അങ്ങനെ ഞങ്ങൾ പറയൂട്ടാ. പിന്നെ അങ്ങനെ ഒരു 75-80 ദിവസമൊക്കെ ആവാറേ, അതായത് 90 നമുക്ക് പേരിടണ സമയമാവില്ലേ, ഏതാണ്ട് അതാവാറായപ്പോഴാണ് ചിരിച്ചു തുടങ്ങി. അന്ന് തുടങ്ങിയ ചിരി ഇതുവരെ നിർത്തിയിട്ടില്ലേ. എപ്പോഴും ചിരിക്കും. ചീത്ത പറഞ്ഞാലും ചിരിക്കും, അടി കൊടുത്താലും ചിരിക്കും, എപ്പോഴും ചിരിക്കും. അതിപ്പോൾ ടീച്ചർമാരും പറയും എപ്പോഴും ആൾക്കൊരു ചിരിയാണ്, നന്നായിട്ട് ചിരിക്കും പറയും. ഒരു ആളെ കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ SPCയിലത്തേലും അതിൽ നിന്ന് ഏറ്റവും ഡിസിപ്ലിനുള്ള ഏറ്റവും നല്ല ബിഹേവിയർ ആയിട്ടുള്ള 10 കുട്ടികളെ തിരഞ്ഞെടുത്തതിൽ ജഗ്ഗുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അങ്ങനെ 10 കുട്ടികളെ അതിൽ നിന്ന് ക്യാമ്പിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം ക്യാമ്പിന് വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അവിടെ അവിടുത്തെ സ്കൂളിലത്തെ സാധനങ്ങൾ ഇതൊന്നും നശിപ്പിക്കാത്ത നല്ല കുട്ടികളായിരിക്കണമല്ലോ ഇവിടെ നിന്ന് പോകണത്, അല്ലെങ്കിൽ അവർക്കെതിരെ കംപ്ലയിൻറ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല കുട്ടികളെയാണ് 10 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ജഗ്ഗുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ടീച്ചർ. അപ്പോൾ അവരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കേട്ടോ. ഫെബ്രുവരി 7-ാം തീയതി ദേവമാത സ്കൂളിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ. ഫെബ്രുവരി 7-ാം തീയതി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അത് കാണിക്കാം കേട്ടോ. എല്ലാവരും വരുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഭയങ്കര പഠിപ്പിസ്റ്റൊന്നല്ല, വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കാൻ നല്ല മടിയാണ്. അതെ, പഠിക്കാൻ പിടിച്ച് അങ്ങനെ ഇരുത്താറില്ല. നിർബന്ധിച്ച് അത് ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ അടിച്ച് പഠിപ്പിക്കുക, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കുറെ തല്ലുക, വഴക്ക്, അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. പിന്നെ എന്താണോ അവന് ഇഷ്ടമുള്ളത് അത് അതുപോലെ ആവട്ടെ. നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ പറയും, നല്ല സമൂഹജീവിയാവുക, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുക, ആരെ കൊണ്ടും പൊട്ട കുട്ടിന്ന് പറയിപ്പിക്കരുത്. അങ്ങനെയാണ് അവനോട് പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെ വരട്ടെ. അടുത്തത് SN. സരിതയുടെ ഈ ക്യാരക്ടറാണ് എനിക്കിഷ്ടം. ഫുഡായാലും എന്ത് കാര്യമായാലും നല്ലത് അല്ലെങ്കിൽ അത് സരിത പറഞ്ഞിരിക്കും. പക്ഷേ അജു അങ്ങനെയല്ല, എന്തുണ്ടായാലും എല്ലാം നല്ലതെന്ന് പറയും. ചിലരുണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് വായിൽ വെക്കില്ല, അപ്പോഴത്തേക്കും തന്നെ പറയും ആഹാ എന്താ രുചിയെന്ന്. ചവച്ച് ഇറക്കി പോലും കാണില്ല.
എന്തായാലും ഈ റെസിപ്പി സെയിം ടേസ്റ്റ് ആയിട്ടില്ല എന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ഒനിയനൊക്കെ ആഡ് ചെയ്യണം. സാരമില്ല, ഒന്നുകൂടി പോയി കഴിച്ചിട്ട് ട്രൈ ചെയ്താൽ മതി. തീർച്ചയായിട്ടും എതിർപ്പുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലതെന്ന് ഞാൻ പറയാറില്ല. ഞാൻ എൻ്റെ കൃഷി സ്ഥലത്ത് ഉണ്ടാവുന്ന എല്ലാ പരാജയങ്ങളും കാണിക്കുന്നുണ്ട്. കാര്യത്തിലും അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. അല്ല, ഫുഡ് ചിലത് ചേട്ടൻ ടേസ്റ്റ് ഇല്ലാത്തതും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. ചിലത് പറയും ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല എന്ന് പറയാറുണ്ട്. മറ്റേ സ്വർഗത്തിലെ ഫ്രൂട്ടൊക്കെ അതിനെ അപമാനിക്കാവുന്ന പരമാവധി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് രോഷ്ണി. സരിത അജു സെറ്റുമുണ്ട് കൊടുത്ത ആ അമ്മച്ചിയെ കണ്ടപ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. മറ്റേ നമ്മൾ ആ വീട്ടിൽ പോയില്ല അവിടെ. എൻ്റെ അമ്മ സെറ്റുമുണ്ടാണ് എപ്പോഴും എടുക്കാറ്. അമ്മ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ സെറ്റുമുണ്ട് ഉടുക്കുമായിരുന്നു. വീട്ടിൽ സ്ഥിരം സെറ്റുമുണ്ടായിരുന്നു ഉടുത്തിരുന്നത്. ഇപ്പോൾ പ്രായമായപ്പോൾ വീട്ടിൽ നൈറ്റി. വല്ലപ്പോഴും പള്ളിയിലോ പുറത്തോ പോവുകയാണെങ്കിൽ സെറ്റുമുണ്ടാണ് ഉടുക്കാറ്. അമ്മ ഒരു 10 വർഷമായി പുറത്ത് പോകുമ്പോൾ പള്ളിയിലായാലും സെറ്റാണ് ഉടുത്തിരുന്നത്. ഞാൻ മസ്കറ്റിലാണ് താമസം. എൻ്റെ അമ്മയെ കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടുവന്നിരുന്നു. അമ്മ സെറ്റ് ഉടുത്താണ് സ്ഥിരം പള്ളിയിൽ പോയിരുന്നത്. അമ്മയ്ക്ക് ഇവിടെ ഒത്തിരി ഫാൻസ് ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാനും വയസ്സാകുമ്പോൾ സ്ഥിരം സെറ്റ് ആക്കുമെന്ന്. പിന്നെ സരിത വലിയൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് തീരട്ടെ, ജഗ്ഗു ഒരു അഭിനേതാവുമായി തീരട്ടെ. അങ്ങനെ അജുവിനെ പറ്റാതെ പോയത് ജഗ്ഗുവിലൂടെ നടക്കട്ടെ. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. അങ്ങനെ നമ്മൾ ആ വീട്ടിലേക്ക് ഒന്നുകൂടി പോകണ്ട കേട്ടാ. നമ്മൾ പോയിട്ട് അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ അമ്മാമേനെയും അച്ചാച്ചനെയൊക്കെ നമുക്ക് നന്നായി കൂടുതൽ പരിചയപ്പെടാം. കുന്നത്തുവളപ്പിൽ അനീഷ്. ജഗ്ഗുമോൻ ഷോർട്ട് ഫിലിം സൂപ്പറാകട്ടെ. അജുവേട്ടാ, നമ്മുടെ ആനക്കല്ല് സുന്ദരേട്ടൻ്റെ തട്ടുകടയിൽ കിട്ടുന്നത്. തട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 2 മുട്ടയും സബോള പച്ചമുളക് ഒരു ഗ്ലാസ്സിലിട്ട് നന്നായി അടിച്ച് തട്ടിലൊഴിച്ച് കൊത്തിപ്പൊരിയാക്കും. അതിൽ 2 കയ്യിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് ഗ്രീൻ പീസും ഇട്ട് മിക്സ് ആക്കുക. കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ചെറുതായി ഒഴിച്ച് കുറച്ച് സബോള ഇട്ട് തരും. മുട്ട മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ബാറിൽ നിന്ന് കിട്ടുന്നത് ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല, കഴിച്ചാണ് ശീലം. നല്ല ടേസ്റ്റാണ്. അടുത്തത് മുല്ല ഷബീർ. ജഗ്ഗുകൂട്ടം വളർന്ന് വലിയൊരു ആക്ടറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷോർട്ട് ഫിലിമിനായി കാത്തിരിക്കുന്നു. വലിയൊരു സംവിധായകൻ്റെ സിനിമയ്ക്ക് ഡബ്ബ് ചെയ്യാൻ വിളിച്ച് തന്നെ ഒരു ഭാഗ്യമല്ലേ ചേച്ചി? സംഗതി നടന്നോ ഇല്ലേ എന്നല്ല, അങ്ങനൊരു വിളി വന്നില്ലേ? ശബ്ദം മാച്ച് ആയില്ലെങ്കിലും നായികയ്ക്ക് നമ്മളെ തൃശ്ശൂർ സ്ലാങ് പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലേ? പിന്നെ ഡബ്ബ് ചെയ്ത സീൻ എഡിറ്റിങ്ങിൽ പോയി എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ വലിയ വിഷമമായി. പക്ഷേ അത് സരിതച്ച് വളരെ കൂളായി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാനത് ആരോടും പറയാതിരുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. ഡബ്ബിങ്ങിൽ എഡിറ്റിങ്ങിൽ അത് പോവാൻ സാധ്യതയുണ്ട്. കാരണം എനിക്കത് ഡബ് ചെയ്തപ്പോൾ തന്നെ അതൊരു ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു സീനായിട്ടാണ് തോന്നിയത്. ഞാൻ ഡബ് ചെയ്തത് ഞാൻ ഡബ് ചെയ്ത ആ ആക്ട്രസ് ഉണ്ടല്ലോ, ആൾക്ക് ആ ഒരൊറ്റ സീൻ മാത്രമുള്ളൂ എന്ന് മനസ്സിലായി. അതിലാണെങ്കിൽ ഒരു പ്രാധാന്യമുള്ളൊന്നും തന്നെ കണ്ടൂല. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് വരാൻ സാധ്യതയില്ല. എന്നിട്ട് എല്ലാവരോടും നടന്ന് ഞാൻ ഡബ് ചെയ്തു പറഞ്ഞ് നടന്നിട്ട് സിനിമയിൽ ഇല്ലാണ്ടാവാൻ മോശമല്ല. അത് കാരണം ഞാൻ സിനിമ വന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ആരുടെ അടുത്തും, നമ്മുടെ വീട്ടിലുള്ള ഒരിടത്ത് അല്ലെങ്കിൽ എൻ്റെ അവിടെയും രാഗിയുടെ അടുത്തൊക്കെ പറഞ്ഞല്ലാണ്ട്, പിന്നെ എൻ്റെ വീട്ടിലും പറഞ്ഞല്ലാണ്ട് വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാളും വലിയ കാര്യമാണല്ലോ ഈ നായിക്ക് ഫുള്ള് ഇതുകൾ പറഞ്ഞു കൊടുത്തത്. അതാണ് വലിയ കാര്യം. അല്ലാണ്ട് ഈ ഡബ് ചെയ്ത 2 വാക്ക് പറയാനല്ല കാര്യം. അതാണ് വലിയ കാര്യം. അത് തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടല്ലോ. പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു കൂട്ടുകാരൻ ആദ്യമായി ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഷബീറേ, കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ മുട്ടയാണോ? തലപുകഞ്ഞ് ആലോചിച്ചൊരു പിടുത്തം കിട്ടിയില്ല. ഒടുവിൽ വീട്ടിൽ ഉമ്മർത്ത് എന്തോ ആലോചിച്ചിരിക്കുന്നു ഉപ്പയുടെ അടുത്തെന്ന് ഞാൻ ആ ചോദ്യം ചോദിച്ചു. ഉപ്പ, കോഴിയാണോ ആദ്യം ഉണ്ടായത് കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഉടനടി ഉപ്പാടെ വായിൽ നിന്ന് ഉത്തരം ചാടി വീണു എൻ്റെ നേർക്ക്. എൻ്റെ വാപ്പാന്ന്. എൻ്റെ വാപ്പയാണ് ആദ്യം ഉണ്ടായതെന്ന്, അല്ലാണ്ട് കോഴിയല്ലാന്ന്. പോയി 2 പറ്റ് ചോറ് തിന്ന് കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞു. അവൻ്റെ ഒരു കോഴിയും ഒരു മുട്ടയും. അതിനുശേഷം ഒരു കോപ്പും ഉപ്പാട് ഞാൻ ചോദിക്കാറില്ല. അടുത്തത് ഷാജി SJ. വരയൻ ഒരു മോശം സിനിമയല്ല. വരയൻ്റെ സംവിധായകൻ എന്ന് പറയുമ്പോൾ ഒരല്പം ബഹുമാനം കൊടുക്കാമായിരുന്നു. കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രതിഭയൊക്കെ ഉണ്ടാകും. മോഹൻലാലിനെയും സന്തോഷ് പണ്ഡിറ്റിനെയും ഒഴിച്ച് കഴിവിനെ ബഹുമാനിക്കുന്നതിൽ അന്തസ്സ് കൂടത്തേ ഉള്ളൂ. അതെന്താ അങ്ങനെ പറഞ്ഞ? ഞാൻ നല്ല ബഹുമാനം തന്നെയാണല്ലോ നമ്മൾ കാണിച്ചത്. നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. നമ്മളെ ഞാൻ പിന്നെ പറയുന്ന പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല കേട്ടാ. സരിത കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിൻ്റെ സീനുകൾ കണ്ടു. അത് ഫസ്റ്റ് ഡേ ആള് വരയൻ സിനിമയുടെ ഡയറക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ ആണ് നമ്മൾ ആ സിനിമ മറ്റേ നമ്മുടെ സിജു വിൽസൺ ഒരു പള്ളിയിലച്ഛനായിട്ട് അഭിനയിച്ചേക്കണ പടം. അതിൻ്റെ ട്രെയിലറോ എന്തോ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് അത് യൂട്യൂബിൽ നോക്കിയ സിനിമയുടെ സീനുകൾ. അപ്പോൾ ആ സിനിമ ഉണ്ട്, നമുക്കത് കണ്ടോക്കാം. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല സിനിമയാണെന്ന് പറഞ്ഞത്. പക്ഷേ എന്തോ അത് വിജയിച്ചില്ല എന്ന് തോന്നുന്നു. പടം അത്ര ഓടിയില്ല എന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ഓടിയെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ ഈ 3-ാം ദിവസമാണ് നമ്മളത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് ഞങ്ങൾ നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഞങ്ങൾ നല്ല പരിചയമായതിൻ്റെ ആയിരിക്കാം ഞാൻ ആളോടൊരു ബഹുമാനക്കുറവ് കാണിച്ചു എന്ന് ഈ ഷാജി SJക്ക് തോന്നിയത്. അല്ലാണ്ട് ഒരിക്കലും നമ്മളൊരു ആളെ അങ്ങനെ ബഹുമാനം ഇല്ലാണ്ട് ഒരിക്കലും പെരുമാറില്ല. അതെന്താ അങ്ങനെ തോന്നിയെന്ന് ഒരു സിനിമ സംവിധാനം ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് അറിയാം. നമ്മൾ കുറേ ഷോർട്ട് ഫിലിംസ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണതല്ലേ. ഒരു വ്ളോഗ് തന്നെ എടുക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടും കിട്ടാൻ ഞങ്ങൾക്കറിയാം. പിന്നെയാണ് ഒരു സിനിമ, എന്തോരം അധ്വാനം എൻ്റെ പിന്നിലുണ്ട്, എത്ര പേരുടെ അധ്വാനം. പിന്നെ ഒരു കാര്യം, സരിതയുടെ എന്തിനെക്കുറിച്ചുമുള്ള അവതരണങ്ങളെല്ലാം സൂപ്പറാണ്, പക്കയാണ്. ജഗ്ഗു ഒരു കൊച്ചു സുന്ദരനാണ്, ലവബിൾ, സിമ്പിൾ. അഭിനയിക്കുന്നത് ഏത് കഥാപാത്രമായാലും എത്ര ചെറുതായാലും ഗൗരവത്തോടെ കാണണം. അജു പറഞ്ഞത് ശരിയാണ്, കോഴിക്ക് മുമ്പേ കോഴിമുട്ടയുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയും സെർച്ച് ചെയ്ത് ആധികാരികമായി അല്പമെങ്കിലും വിവരിക്കാൻ ശ്രമിക്കണം. ഇത് ലക്ഷങ്ങൾ കാണുന്ന ഒരു ചാനലല്ലേ, കോമാളിത്തരം മാത്രമല്ല, ഒരല്പം ഇൻഫർമേഷൻസ് കൂടി അവർക്ക് കൊടുത്താൽ എന്താ തെറ്റ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എവല്യൂഷനിലൂടെ പരിണാമം സംഭവിച്ച് പക്ഷികളിൽ ക്രമേണ വരുന്ന മ്യൂട്ടേഷൻ വഴിയാണ് എല്ലാ പക്ഷികളും മുട്ടകളിലൂടെ സ്പീഷീസുകൾ വ്യത്യസ്തമായി ഉരുത്തിരിയുന്നത്. കോഴി ഒരു നിസ്സാര ജീവിയല്ല. ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ കുറ്റിയേറ്റുപോയ ദിനോസറിൻ്റെ ഇന്ന് ജീവിക്കുന്ന പിൻതലമുറക്കാരാണ് കോഴികൾ. സരിത ഒരു അധ്യാപികയല്ലേ? എന്നിട്ടും എവല്യൂഷൻ എന്ന സിദ്ധാന്തത്തെക്കുറിച്ച് പഠിച്ചിട്ടോ കേട്ടിട്ടോ ഇല്ലേ? അതോ ഇപ്പോഴും കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നാണോ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? അപ്പൊ ഇതിലത്തെ ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അതിന് മുന്നൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അതിനൊരു വിശദീകരണം കൊടുക്കട്ടെ. ഈ പാചകം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കോഴിമുട്ട എടുക്കുന്നോ അല്ലെങ്കിൽ ആ കോഴിമുട്ടയാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് സരിതയ്ക്ക് അറിയില്ല. ഫസ്റ്റ് അറിയില്ല. അതുകൊണ്ട് സരിത അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം കോഴിമുട്ട എടുത്ത് വരുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു കമന്റ് വന്നത് ഓർമ്മ വന്നേ. മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? അജുവേട്ടൻ കോമഡി തമാശയിൽ അജുവേട്ടൻ്റെതായ രീതിയിൽ പറയുമോ ചോദിച്ചിട്ട് ആരോ ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ചേട്ടൻ മുട്ടയെടുത്ത് വരുന്നുണ്ടപ്പോ ചോദിച്ചു നമ്മള്. അല്ലാണ്ട് ഇതൊക്കെ പോയിട്ട് ഗൂഗിൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊരു സാധാരണ ഒരു ഇതാണ്. ഇനിയിപ്പോ അതിന്റെ മാത്രമായിട്ടൊരു വീഡിയോ മുട്ടയാണ് കോഴിയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ബ്ലോഗിലൂടെ പറയാന്ന് പറയുമ്പോൾ സരിത പഠിച്ചിട്ട് കൃത്യമായിട്ട്. അതെ, അതാണ് നമ്മുടെ കണ്ടന്റ് വെച്ചെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു കുറച്ച് സെർച്ച് ചെയ്ത് അതിന്റെ കുറെ വിവരങ്ങൾ, കിട്ടാവുന്ന വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ച് ആധികാരികമായിട്ട് പറയും. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ലോ, നമ്മൾ കോമഡിയിലാണ് എല്ലാ ഇതിലും ചെയ്യാറ്. അതൊന്ന്. പിന്നെന്തുട്ടാ നീ പറയാൻ പോയത്? പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ അധ്യാപികയാണെന്ന് ആരാ പറഞ്ഞത്? ഞാൻ അധ്യാപിക എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ ടീച്ചറല്ല. കുട്ടികൾക്ക് സംശയമുള്ള കാര്യങ്ങൾ, മെയിനായിട്ട് മാത്സ്, ഇംഗ്ലീഷ് ഗ്രാമർ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷയം മലയാളമാണ്. മലയാളം പോയംസ് അതൊക്കെ പഠിക്കാൻ, അത് കവിതകൾ, അത് എല്ലാ കവിതകളും ഒരുവിധം കുറേ കവിതകൾ കുറേ കേൾക്കാനും അത് കുറെ കേട്ട് പഠിക്കും. അത് തന്നെ പാടി നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിതകൾ. അത്ര ഉള്ളോട്ടാ. അല്ലാണ്ട് വലിയൊരു അറിവുള്ള ആള് അങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ വിഡിത്തങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഞാൻ ഭയങ്കര അറിവുള്ള ആളാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചേട്ടനത് പറയാറുണ്ട്, എനിക്ക് എന്ത് വെഡിത്തരം വേണമെങ്കിൽ പറയാം, പക്ഷെ നിനക്ക് പറ്റില്ല, അത് നീ പറയുമ്പോ സൂക്ഷിച്ചിട്ട് സംസാരിക്കണം എന്ന് പറയാറുണ്ട്. ആളുകൾ അത് ക്ഷമിക്കില്ല. ഞാൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും അത് ആളുകൾ ക്ഷമിക്കും. അജു അല്ലേ, അജു പറഞ്ഞോട്ടെ ക്ഷമിക്കും, പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കില്ല. പ്രേമം പറയാ അബദ്ധങ്ങളുടെ രാജകുമാരെന്ന് പറയാ. ഞാൻ ഈ ബയോളജിക്ക് എവല്യൂഷനും ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, എവല്യൂഷൻ ആയാലൊക്കെ നമ്മൾ ആകെപ്പാടെ പഠിച്ചിട്ടുള്ളത് ബയോളജിയിൽ 10 വരെയാണ് ആകെ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് വരേക്കുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് എനിക്കുള്ളൂ. അതിനുശേഷം പ്രീ ഡിഗ്രി ഞാൻ കോമേഴ്സ് ഗ്രൂപ്പ് ആയിരുന്നു, അപ്പോൾ സയൻസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. അതിൽ ഫിസിക്സ് കെമിസ്ട്രി ആണ് ഉള്ള, മെയിനായിട്ടും മാത്സും ഇലക്ട്രോണിക്സ് അതായിരുന്നു ഉണ്ടായിരുന്ന സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. അടുത്തത് സതീ മോഹൻ. എനിക്ക് 66 വയസ്സുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോ ദിവസവും കാണുന്നതാണ്. ഞാൻ കണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ ഒരു ദിവസം എൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടു. TV-യിൽ യൂട്യൂബാണ് ഞാൻ കാണുന്നത്. അജുവിനെ കണ്ടപ്പോൾ ഉടൻ പറയുകയാണ് നിഷ്കളങ്കൻ, സത്യസന്ധതയുള്ള ആളാണെന്ന്. അതേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിരുന്ന് അമ്മേ അജൂസിൻ്റെ വീഡിയോ ഇടുക എന്ന് പറയും. TV-യിൽ കാണുമ്പോൾ കമൻ്റ് ഇടാൻ എനിക്കറിയില്ല, ഫോണിൽ ഇടാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു ആരാധകൻ കൂടി ഉണ്ടായി, വളരെ വളരെ സന്തോഷം. അതന്നെ, അമ്മമാര് കാണുമ്പോൾ മക്കൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് നമ്മുടെ ചാനലൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല.
അടുത്തത് സന്ധ്യ ബിജു. എനിക്ക് 6 കളറുള്ള ബോഗൺവില്ല ഒത്തിരി ഇഷ്ടമായി. അതുപോലെ ഒരുപാട് വെറൈറ്റി പോട്ട്സ് ഉണ്ട്. ആ ബോൺസായി കാണാൻ എന്താ ഭംഗി. സരിത കടയിൽ കയറിയപ്പോൾ തന്നെ ഞാനത് ശ്രദ്ധിച്ചു. അത്ര ഭംഗിയുണ്ട്. പിന്നെ 10,000 രൂപയുടെ ആ ചെടിയും സൂപ്പർ. 8 ഷേപ്ഡ്. നമ്മുടെ ബോഗൺവില്ലയും ഇതുപോലെ ഇങ്ങനെയൊക്കെ വളർത്തണം സരിതയെ. വീട്ടിൽ സെറ്റ് ചെയ്ത പോട്ടും അടിപൊളി. അത്രയും വലുത് കൊള്ളാം. പിന്നെ അകത്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് പോട്ട് അടുക്കള ഭാഗത്ത് വെക്കി. അവിടെ നായകൾ കയറില്ലല്ലോ. അടുത്തത് റിയാസ് അജു. സരിതേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മൾ വീടിനകത്ത് ഇത്രയും ചെടികൾ വെച്ചില്ലേ, ആ സെൻട്രൽ ഹാളിൽ ഒരു തെങ്ങും കവുങ്ങും ഒരു വാഴയും കൂടി വെച്ചാലോ? സരിത, എന്തിനാ തെങ്ങും കവുങ്ങും വാഴയും ഒക്കെ മാത്രമാക്കിയത്? ഇത്തിരി ചീരയും കൊള്ളിയും കൂടി വെച്ചോ. ജഗ്ഗു ട്യൂഷന് പോകാൻ വേണ്ടി ബാഗൊക്കെ ഒരുക്കുന്നു കണ്ട് ഞാൻ കരുതി അവനെന്താ ഒരാഴ്ചക്ക് വിദേശ ടൂറോ മറ്റോ പോകാൻ പോവുകയാന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവൻ ബാക്കിൽ കാണുന്നുണ്ട് അല്ലേ, അവൻ ഉണ്മേശ്വര ഒക്കെ സരം വെച്ചിട്ട് ആക്കണത്. അടുത്തത് ഉമാൽ കുറച്ച തോത്ത്. എന്തെന്നാണ് അവ വായിക്കത്. അജുവേട്ടൻ ഇന്ന് വിളിച്ചു. ഫസ്റ്റ് ടൈം തന്നെ കിട്ടി. ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ സംശയങ്ങളും മാറി. ഒരുപാട് ഇഷ്ടം. അങ്ങയുടെ അനിയനായി ജനിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം മാത്രം. അജുവേട്ടൻ, സരിതേച്ചി, ജഗ്ഗു, പിന്നെ എൻ്റെ മൂത്ത ചേട്ടന്മാർ അനിലേട്ടൻ, ചെറിയേട്ടൻ, പിന്നെ മാസ്റ്റർ സജീവേട്ടൻ, എല്ലാവരെയും ഇഷ്ടം. അന്വേഷണം പറയണം. നിങ്ങളുടെ അടുത്ത പ്രതികരണത്തിൽ എനിക്ക് മറുപടി തരണം പ്ലീസ്. സുമല കണ്ണൂരിലാണ്. ചേട്ടനെ വിളിച്ച് സംസാരിച്ചു അല്ലേ? വളരെ വളരെ സന്തോഷമുണ്ട് സുമല. കഴിഞ്ഞപ്പോൾ അടുത്തത് തോമസ് മംഗളം. മിസ്റ്റർ ഗ്രീൻ വീഡിയോ കാണിച്ചപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് പ്ലാസ്റ്റിക് ലുക്ക് കിട്ടാൻ സ്പ്രേ അടിച്ച് കാണിക്കുന്നു. എന്തിനാണ് നിങ്ങൾ വീട്ടിലെ പ്ലാസ്റ്റിക് ചെടികൾ, അതും നല്ല ഒറിജിനൽ പ്ലാന്റ് ലുക്കുള്ളവ മാറ്റിയത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആ പ്ലാസ്റ്റിക് ചെടികളാണ് ഇഷ്ടമായത്. ഒരു മെയിൻ്റനൻസും വേണ്ട. പിന്നെ സരിത പറഞ്ഞ പോലെ വല്ലാണ്ട് പൊടി പിടിക്കുമ്പോൾ കഴുകി ഉണക്കി വെച്ചാൽ ധാരാളം. ആ പീസ് ലില്ലിയുടെ പോട്ട് ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോയി ദിവാകരനെ കാണിക്കുകയും വേണം. അതിന് വേറൊരാളെ പണിക്ക് നിർത്തണം. നമുക്ക് ഈ ദിവാകരനെ അകത്തി കൊണ്ടുവന്നാലോ? അതല്ല താനുണ്ട്. അതെ, അത് നമുക്കേ അല്ല ഞാൻ പറയുന്നത്, ഈ ഒറിജിനൽ ചെടികൾ അകത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക മാനസികമായ ഒരു സന്തോഷം തോന്നും അതിനകത്ത് നോക്കുമ്പോൾ. അത് ശരിയാ. പ്ലാസ്റ്റിക്കിന്റെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നില്ല. ആ സമയം ആ ഒറിജിനൽ ചെടിയുമ്പോൾ നമ്മളൊന്ന് തലോടി കഴിഞ്ഞല്ലേ, നമ്മുടെ കൈകളിലൂടെ ഇങ്ങോട്ട് ഒരു എനർജി ആയിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ കണ്ടമാനം ചെടി വെക്കരുത്. ചില വീട്ടിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടോ, അത് ഈ പറഞ്ഞ പോലെ വീടിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നിറയില്ലേ, അതന്നെ. നമ്മള് ബെഡ്റൂമിൽ വെച്ചിട്ടില്ല, നമ്മൾ ആ ഹോളിൽ 2 വെച്ചു, പിന്നെ അടുക്കളയിൽ, പിന്നെ ആ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ദിവാകരനെ കാണിക്കലാണ് ഒരു ടാസ്ക്. പിന്നെ സ്നേക്ക് പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സിറ്റ് ഔട്ടിൽ. എനിക്ക് ആ സ്നേക്ക് പ്ലാന്റ് എന്താണ് അകത്ത് വെക്കുമ്പോ തന്നെ ഞാൻ മിലന്റെ അടുത്ത് ചോദിച്ചത് അകത്ത് വെക്കണം. പേര് സ്നേക്ക് പ്ലാന്റ് എന്നായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ തോന്നിയ. പക്ഷെ പിന്നെ അതെടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വെച്ചു കൂട്ടാ. പിന്നെ ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് വെച്ചു. കിങ് നാട്ടാളൻ, നമ്മുടെ കോക്കുവാട്ടാ. അതിശയം, അതിലൊരു പൊതിച്ചോറിന്റെ പകുതിയും മീൻ വറുത്തതും കഴിക്കാൻ ഭാഗ്യമുണ്ടായി. കെടുപ്പിലായോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ അവന്റെ അച്ഛൻ കെടുക്കണ്ടായിരുന്നു കോക്കുന്റെ. അപ്പൊ അങ്ങനെ കിട്ടിയെന്നാ പറയണേ. കിട്ടിയിട്ടുണ്ടാവും. അടുത്ത സതീദേവി. ഹായ് അജു, സരിത, ജഗ്ഗു. നിങ്ങളുടെ എന്ത് വീഡിയോസ് ആണെങ്കിലും ഒരിക്കലും ബോറാകില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. ചിലർക്ക് സജഷൻസ് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾക്ക് അതും പ്രശ്നമല്ല. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ എന്നതാണ്. വീട് ഇനിയും ഇനിയും ഭംഗിയാവട്ടെ. ഒരുപാട് ഇഷ്ടം. നല്ല സജഷൻസ് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയണേ. നമുക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല സജഷൻസ് പറയുമ്പോൾ സന്തോഷമാണ്. അല്ലാണ്ട് വെറുതെ എല്ലാം സൂപ്പർ വീഡിയോ എന്നല്ലാണ്ട് അതന്നെ എപ്പോഴും പുകഴ്ത്തലാകുമ്പോൾ ഒരു രസമില്ല. സജഷൻസ് പറയണല്ലോ, അപ്പോഴല്ലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. പിന്നെ ചില സജഷൻസ് ഒരു ലോജിക്കില്ലാത്ത ഓരോ സജഷൻസ് വരും. അപ്പോഴാണ് നമുക്ക് അത് ഞാൻ ഒരെണ്ണം പറയട്ടെ. അത് പറഞ്ഞപ്പോൾ തന്നെ അടിക ശ്രീ സായി. 100 കണക്കിന് ആവശ്യക്കാരുള്ളവരിടത്തേക്ക് കേവലം 10 പൊതിച്ചോറ് കൊടുത്തുവിട്ട നിങ്ങളുടെ മഹാമനസ്കതയ്ക്കും അത് വീഡിയോ ആയി പോഡ്കാസ്റ്റ് ചെയ്ത വലിയ മനസ്സിനും എൻ്റെ നടുവിരൽ നമസ്കാരം. ഈ ഒരു സജഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും ചോറ് കൊടുക്കൽ നമ്മൾക്ക് പറ്റണ കാര്യമാണോ? നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മൾ ചെയ്യണം. 10 ചോറിനുള്ള 100 അല്ലെങ്കിൽ 200 ചോറ് കൊടുക്കാൻ നമുക്ക് പറ്റാണ്ടല്ല. അത് എന്താ പറയാ, എല്ലാ ഒരു ഏരിയന്ന് ഓരോ ദിവസങ്ങളിൽ അന്ന് തലേ ദിവസം വൈകുന്നേരം നമ്മുടെ ഇവിടെ എല്ലാ വീട്ടിലും വന്ന് പറഞ്ഞു. എല്ലാ വീട്ടിലും എല്ലാ ദിവസവും അവരെഴുതിയെടുത്ത് പോകും എത്ര ഊണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുവിധം എല്ലാ വീട്ടിൽ നിന്നും 10 വീതം തന്നെ കൊടുക്കാറ്. അപ്പോൾ എല്ലാവരും കൊടുക്കും. ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കൊടുക്കേണ്ടത്. അപ്പം എനിക്ക് ഈ പൊതിച്ചോറ് കൊടുക്കുന്ന വീഡിയോയിലെ ആൾക്കാർ വലിയ സംഭവം
നിങ്ങളുടെ ദാനപ്രവർത്തി മറ്റേത് അങ്ങനെ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നത്. കാരണം അങ്ങനെ പറയാൻ മാത്രം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചോറും കൂട്ടാൻ എല്ലാ ദിവസവും വെക്കണേനേക്കാൾ ഇത്തിരി കൂടി കൂടുതൽ വെക്കണം. അതൊന്ന് പൊതിഞ്ഞു ഇവിടെ വെക്കണം. നമ്മൾ കൊണ്ടു കൊടുക്കണ പോലും ഇല്ല. അത് നമ്മുടെ വീട്ടിൽ നിന്ന് അവരാണ് വന്നിട്ട് എടുത്തുകൊണ്ട് പോയി കൊടുക്കണം. നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ കാണിച്ചു. നമ്മളെ എല്ലാ ദിവസവും വീഡിയോ ഇടണതല്ലേ. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ആ വീഡിയോയിൽ കൈയടി കിട്ടാൻ വേണ്ടിട്ടല്ല. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടണ കാരണമുണ്ടേ. ആഴ്ചയിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇടണുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 3-4 ദിവസത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടൊക്കെ ആക്കിയാൽ മതി. ഇത് അങ്ങനെയല്ല. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഷൂട്ട് ചെയ്യണം. അപ്പം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ എന്താണോ നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അതിലത്തെ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവും. ചിലപ്പോൾ അത് തന്നെയും മെയിൻ കണ്ടന്റ് വരാം. അന്ന് നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻഡോർ പ്ലാന്റ്സ് വെക്കലും മിലൻ്റെ ഷോപ്പ് കാണിക്കലൊക്കെയാണ് നമ്മൾ മെയിൻ കണ്ടന്റ് ആയിരുന്നത്. പക്ഷെ രാവിലെ നമ്മൾ ആ പൊതിച്ചോറാക്കിയതും കൂടി അതിൻ്റെ കൂടെ തുടക്കത്തിൽ ഒരു 3-5 മിനിറ്റ് അങ്ങോട്ടാണ് അത് പൊതിച്ചോറിൻ്റെ കാര്യം. ഒരു 5 മിനിറ്റ് പോലും കാണിക്കണില്ല ആ വീഡിയോയിൽ. അത്രേ ഉള്ളൂ. അതെല്ലാവരും കൊടുക്കുന്നതാണ്. കുറെ കൊല്ലങ്ങളെ 5-10 കൊല്ലങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ചാനലുള്ള ചേട്ടന്മാര് ഇവിടെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അനിലേട്ടൻ കൊടുക്കുന്നുണ്ട്, ചേരേട്ടൻ കൊടുക്കുന്നുണ്ട്, സജീവം കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അവർ കാണിക്കുന്നുണ്ട്. ഞങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീഡിയോകൾ നിങ്ങൾ കാണുന്നത് കൊണ്ട് നമ്മൾ കാണിക്കണം. ഇന്നതേ പൊതിച്ചോറ് കൊടുക്കണ്ടായിരുന്നു. അത് ഇന്ന കൂട്ടാനുകളാണ് പൊതിഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് അത് തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ വലിയ സംഭവമായിട്ട് കാണിക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് തൊട്ടാന്നറിയോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇതുപോലുള്ള സജഷൻസ് വരുമ്പോൾ നമ്മളത് അംഗീകരിക്കില്ല. പറയണം. അതെ, ഇതിപ്പോൾ 100 കണക്കിന് ആവശ്യക്കാർ ഉള്ള ഒരിടത്തേക്ക് 10 എണ്ണം മാത്രം കൊടുത്തുവിട്ട നമ്മുടെ മഹാമനസ്കതയ്ക്ക് നടുവിരൽ നമസ്കാരം. അതായത് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം എന്നാണ് പറയണത്. സിജി രാജേഷ് ആ പ്ലാസ്റ്റിക് ചെടി വെച്ചപ്പോഴേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ സരിത് തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കെയറിങ് അറിയില്ല എന്ന്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. ചലിക്കാത്ത ചിത്രങ്ങളും മിണ്ടാത്ത പ്രതിമകളും മണമില്ലാത്ത പൂക്കളും ഇതൊക്കെ സമ്മാനമായി നൽകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലുള്ള സമ്മാനങ്ങൾ നൽകുന്നത്. മറ്റേ റിട്ടേൺ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ചെടികൾ. അപ്പോൾ ഇന്നത്തെ പ്രതികരണ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.